ഒരിക്കൽ ഒരു വെള്ളം കോരിക്കാരന് 2 മൺകുടങ്ങളുണ്ടായിരുന്നു. ഒരു മുളന്തണ്ടിന്റെ 2 വശത്തുമായി ആ കുടങ്ങൾ തൂക്കി തന്റെ ചുമലിലേറ്റിയാണ് അദ്ദേഹം പുഴയിൽ നിന്ന് വീട്ടിലേക്ക് വെള്ളമെത്തിച്ചിരുന്നത്. അതിൽ ഒരു കുടം നല്ല പുതിയതായിരുന്നു. എന്നാൽ രണ്ടാമത്തെ കുടത്തിന് ഒരു ചെറിയ വിള്ളലുണ്ടായിരുന്നു. പുഴയിൽ നിന്ന് വീട്ടിലെത്തുമ്പോഴേക്കും വിള്ളലുള്ള കുടത്തിലെ പകുതി വെള്ളവും ഒലിച്ചുപോകുമായിരുന്നു. 2 വർഷത്തോളം ഇത് തുടർന്നു. പുതിയ കുടത്തിന് തന്റെ കഴിവിൽ വലിയ അഭിമാനമായിരുന്നു. എന്നാൽ പാവം വിള്ളലുള്ള കുടം താൻ കാരണം വെള്ളം നഷ്ടമാകുന്നല്ലോ എന്നോർത്ത് വലിയ സങ്കടത്തിലായിരുന്നു. ഒരു ദിവസം ആ കുടം വെള്ളം കോരിക്കാരനോട് പറഞ്ഞു, "എന്റെ ഈ വിള്ളൽ കാരണം അങ്ങയുടെ അധ്വാനം പാഴാകുന്നു. എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നുന്നു." വെള്ളം കോരിക്കാരൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "നമ്മൾ തിരികെ വരുമ്പോൾ വഴിയോരത്തെ മനോഹരമായ പൂക്കൾ നീ ശ്രദ്ധിച്ചോ? നിന്റെ വശത്തുള്ള വഴിയോരത്ത് മാത്രമാണ് ആ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. നിനക്ക് വിള്ളലുണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ വശത്ത് പൂച്ചെടികളുടെ വിത്തുകൾ വിതറി. ദിവസവും പുഴയിൽ നിന്ന് വരുമ്പോൾ നിന്റെ വിള്ളലിലൂടെ ഒലിച്ചിറങ്ങിയ വെള്ളമാണ് ആ ചെടികളെ വളർത്തിയത്. നീ കാരണമാണ് ഈ വഴി ഇന്നിത്ര മനോഹരമായിരിക്കുന്നത്. നീ ഇങ്ങനെയായിരുന്നില്ലെങ്കിൽ ഈ ഭംഗിയുണ്ടാകുമായിരുന്നില്ല. നമ്മളിൽ ഓരോരുത്തരിലും കുറവുകൾ ഉണ്ടാകാം. എന്നാൽ ആ കുറവുകളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. നമ്മുടെ പോരായ്മകൾ പോലും മറ്റൊരാൾക്ക് അല്ലെങ്കിൽ ഈ ലോകത്തിന് ഉപകാരപ്രദമാക്കാൻ നമുക്ക് കഴിയും." ഒരിക്കൽ കരുത്തനായ ഒരു യോദ്ധാവ് ഒരു ജ്ഞാനിയുടെ അടുത്തെത്തി ചോദിച്ചു, "സ്വാമി, എല്ലാവരും സ്വർഗ്ഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സംസാരിക്കാറുണ്ടല്ലോ. എവിടെയാണിവ ഇരിക്കുന്നത്? എനിക്കിവ ഒന്ന് കാണിച്ചു തരാമോ?" ജ്ഞാനി ആ യോദ്ധാവിനെയൊന്നു നോക്കി. എന്നിട്ട് പരിഹാസത്തോടെ പറഞ്ഞു, "നിന്നെപ്പോലെ വിരൂപനും മണ്ടനുമായ ഒരുവന് ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല. നീ വെറുമൊരു സാധാരണക്കാരനല്ലേ?" ഇത് കേട്ടതും യോദ്ധാവിന് വല്ലാത്ത ദേഷ്യം വന്നു. അപമാനം സഹിക്കാനാവാതെ അയാൾ തന്റെ വാളൂരി ജ്ഞാനിയുടെ തല ലക്ഷ്യമാക്കി വീശാൻ തുനിഞ്ഞു. "എന്നെ അപമാനിച്ച നിന്നെ ഞാനിപ്പോൾ കൊല്ലും." അയാൾ അലറി. ജ്ഞാനി ഒട്ടും കുലുങ്ങാതെ ശാന്തനായി പറഞ്ഞു, "ഇതാ, നരകത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നു." തന്റെ ഉള്ളിലെ ദേഷ്യവും വെറുപ്പുമാണ് നരകമെന്ന് ആ യോദ്ധാവിന് പെട്ടെന്ന് മനസ്സിലായി. അയാൾ ഉടനെ വാൾ താഴെയിട്ടു. ജ്ഞാനിയുടെ പാദങ്ങളിൽ വീണ് ക്ഷമ ചോദിച്ചു. അയാളുടെ മനസ്സിൽ ഇപ്പോൾ സമാധാനവും സ്നേഹവും നിറഞ്ഞു. അപ്പോൾ ജ്ഞാനി മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, "ഇതാ, ഇപ്പോൾ സ്വർഗ്ഗത്തിന്റെ വാതിലും തുറന്നിരിക്കുന്നു." സ്വർഗ്ഗവും നരകവും മരണശേഷം എവിടെയോ പോയി കാണേണ്ട സ്ഥലങ്ങളല്ല. നമ്മുടെ ഉള്ളിലെ ദേഷ്യവും അസൂയയും നരകമാണ്. നമ്മുടെ ഉള്ളിലെ സ്നേഹവും സമാധാനവുമാണ് സ്വർഗ്ഗം. നമ്മളെങ്ങനെ ചിന്തിക്കുന്നുവോ അതുപോലെയാണ് നമ്മുടെ ലോകം. ഒരിക്കൽ അതിസമ്പന്നനായ ഒരു പിതാവ് തന്റെ മകനെ ഒരു ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. തങ്ങൾ എത്രമാത്രം ആഡംബരത്തിലാണ് ജീവിക്കുന്നതെന്നും ലോകത്ത് മനുഷ്യർ എത്രത്തോളം ദരിദ്രരായി കഴിയുന്നുണ്ടെന്നും മകന് കാണിച്ചു കൊടുക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അവർ 2 ദിവസം ഒരു പാവപ്പെട്ട കർഷകന്റെ വീട്ടിൽ ചിലവഴിച്ചു. തിരികെ യാത്ര ചെയ്യുമ്പോൾ പിതാവ് ചോദിച്ചു, "മകനെ, ഈ യാത്ര നീ കണ്ടോ? അവർ എത്ര പാവപ്പെട്ടവരാണെന്ന് നിനക്ക് മനസ്സിലായോ?" മകൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, "അതെ അച്ഛാ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടു." പിതാവ് ചോദിച്ചു, "നീ എന്താണ് കണ്ടതെന്നെനിക്ക് പറഞ്ഞുതരുമോ?" മകൻ പതുക്കെ പറഞ്ഞു തുടങ്ങി, "നമുക്ക് വീട്ടിലൊരു നീന്തൽക്കുളമുണ്ട്. പക്ഷേ അവർക്ക് അറ്റമില്ലാത്ത വലിയൊരു പുഴയുണ്ട്. നമുക്ക് മുറ്റത്ത് വെളിച്ചം നൽകാൻ കുറച്ച് വിളക്കുകളുണ്ട്. പക്ഷേ അവർക്ക് രാത്രിയിൽ കാവൽ നിൽക്കാൻ ആയിരക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു ചെറിയ മേശയുണ്ട്. പക്ഷേ അവർക്ക് വലിയൊരു പാടമുണ്ട്. നമുക്ക് നമ്മെ സംരക്ഷിക്കാൻ മതിലുകളുണ്ട്. പക്ഷേ അവർക്ക് പരസ്പരം സംരക്ഷിക്കാൻ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്." മകന്റെ വാക്കുകൾ കേട്ട് പിതാവ് അത്ഭുതപ്പെട്ടുപോയി. മകൻ തുടർന്നു, "അച്ഛാ, നമ്മൾ എത്രമാത്രം ദരിദ്രരാണെന്ന് എനിക്ക് കാണിച്ചു തന്നതിന് നന്ദി. നമ്മൾ പണമുണ്ടാക്കാൻ ഓടുമ്പോൾ നഷ്ടപ്പെടുത്തുന്ന പലതുമാണ് യഥാർത്ഥ സമ്പത്തെന്ന് ആ പിതാവ് അന്ന് തിരിച്ചറിഞ്ഞു. സമ്പത്ത് എന്നത് ബാങ്ക് അക്കൗണ്ടിലെ അക്കങ്ങളല്ല. സ്നേഹമുള്ള ബന്ധങ്ങളും സമാധാനമുള്ള മനസ്സും പ്രകൃതിയോടുള്ള അടുപ്പവുമാണ് യഥാർത്ഥ സമ്പാദ്യം. നമുക്ക് ഉള്ളതിനെ നന്ദിയോടെ കാണാൻ തുടങ്ങിയാൽ നമ്മളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനികർ. ഒരിക്കൽ വലിയ പണ്ഡിതനായൊരു മനുഷ്യൻ ഒരു പുഴ മുറിച്ചു കടക്കാൻ ഒരു തോണിയിൽ കയറി. തോണിക്കാരൻ ഒരു പാവം മനുഷ്യനായിരുന്നു. തോണി നീങ്ങിത്തുടങ്ങിയപ്പോൾ പണ്ഡിതന് തന്റെ അറിവിൽ അല്പം അഹങ്കാരം തോന്നി. അദ്ദേഹം തോണിക്കാരനോട് ചോദിച്ചു, "സുഹൃത്തേ, നിനക്ക് ശാസ്ത്രത്തെക്കുറിച്ച് വല്ലതും അറിയാമോ?" തോണിക്കാരൻ വിനയത്തോടെ പറഞ്ഞു, "ഇല്ല പ്രഭു, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല." പണ്ഡിതൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "കഷ്ടം, നിന്റെ ജീവിതത്തിന്റെ 1/4 വെറുതെയായി." കുറച്ചു കഴിഞ്ഞപ്പോൾ പണ്ഡിതൻ വീണ്ടും ചോദിച്ചു, "നിനക്ക് ചരിത്രത്തെക്കുറിച്ചോ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചോ വല്ലതും അറിയാമോ?" തോണിക്കാരൻ തലതാഴ്ത്തി പറഞ്ഞു, "ഇല്ല പ്രഭു, ഞാൻ പഠിച്ചിട്ടില്ല." പണ്ഡിതൻ പരിഹാസത്തോടെ പറഞ്ഞു, "നിന്റെ ജീവിതത്തിന്റെ പകുതി ഭാഗവും വെറുതെയായിപ്പോയല്ലോ." പെട്ടെന്ന് കാലാവസ്ഥ മാറി. ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടി ശക്തമായ കാറ്റും മഴയും തുടങ്ങി. പുഴയിൽ വലിയ തിരമാലകൾ ഉയർന്നു. തോണിയാടാൻ തുടങ്ങി. അത് ഏതു നിമിഷവും മുങ്ങുമെന്ന അവസ്ഥയായി.
ഇത്തവണ തോണിക്കാരൻ പണ്ഡിതനോട് ചോദിച്ചു, പ്രഭു, അങ്ങേക്ക് നീന്താനറിയാമോ? ഭയന്നു വിറച്ച പണ്ഡിതൻ പറഞ്ഞു, ഇല്ല, എനിക്ക് നീന്താനറിയില്ല. തോണിക്കാരൻ പുഴയിലേക്ക് ചാടാൻ തയ്യാറെടുക്കുമ്പോൾ പതുക്കെ പറഞ്ഞു, പ്രഭു, എങ്കിൽ അങ്ങയുടെ മുഴുവൻ ജീവിതവും ഇപ്പോൾ വെറുതെയാകാൻ പോവുകയാണ്. എനിക്ക് ശാസ്ത്രമറിയില്ലെങ്കിലും ഈ പുഴ നീന്തിക്കടക്കാനറിയാം. പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവ് മാത്രം പോരാ, ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനുള്ള പ്രായോഗികമായ അറിവും വിനയവും നമുക്ക് വേണം. മറ്റുള്ളവർക്ക് അറിവില്ലെന്ന് കരുതി അവരെ പരിഹസിക്കുന്നത് വിഡ്ഢിത്തമാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ കഴിവുകളുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ഒരു രഹസ്യം രഹസ്യമായി തന്നെ നിലനിൽക്കണമെങ്കിൽ ഒരിക്കലും ഈ ലോകത്ത് ഒരാളോട് പോലും പറയരുത്. നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാളോട് വിശ്വാസത്തോടെ പറയുമ്പോൾ ഓർക്കുക, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരാൾ അയാൾക്ക് വിശ്വാസവും അടുപ്പവുമുള്ള മറ്റൊരാളോട് അത് തീർച്ചയായും പറയും. ഒരുപക്ഷേ അത് അയാളുടെ ഭാര്യയാകാം, മക്കളാകാം, മാതാപിതാക്കളാകാം, സഹോദരങ്ങളാകാം, അതുമല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളാകാം. അവരിൽ നിന്ന് അവരോടടുപ്പമുള്ള മറ്റൊരാളിലേക്ക് അതെത്തുന്നു. അതിനാൽ ഒരു രഹസ്യം രഹസ്യമായി തന്നെ ഇരിക്കാൻ, അത് മറ്റൊരാളോടും പറയാതെ സൂക്ഷിക്കാനുള്ള മനക്കരുത്തുണ്ടാകണം. നിങ്ങൾ ആരെയാണോ വിശ്വസിച്ച് രഹസ്യം കൈമാറുന്നത്, അയാൾ തന്നെയാകും ആ രഹസ്യം പരസ്യമാക്കുന്ന ആദ്യത്തെ കണ്ണി. അതിനാൽ ആരെയും വിശ്വസിക്കരുത്. നിങ്ങളുടെ രഹസ്യം നിങ്ങൾക്ക് വലുതാണ്. അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുക. ഒരാളോടെങ്കിലും അത് പങ്കുവച്ചാൽ പിന്നത് രഹസ്യമല്ല, പരസ്യമാകുന്നു. ഓർക്കുക, പലരും ഏറ്റവും കൂടുതൽ ചതിക്കപ്പെട്ടിട്ടുള്ളത് അവരോട് ഏറ്റവും അടുപ്പമുള്ളവരാലാണ്. നിങ്ങളെ ചതിക്കാൻ മറ്റൊരാൾക്ക് നിങ്ങൾ തന്നെ അവസരം നൽകാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ തന്ത്രം. രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ രഹസ്യങ്ങൾ പരസ്യമാകാതിരിക്കുക എന്നത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. ആ രഹസ്യം നമുക്ക് മറ്റൊരാളോട് പറയണമെന്ന് തോന്നിയാൽ പിന്നെ അയാൾക്ക് അതെങ്ങനെയാണ് ആരോടും പറയാതിരിക്കാൻ കഴിയുന്നത്? അയാളെ നമുക്കെങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? അവനവന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശീലിച്ചാൽ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി മറ്റൊരാളുടെ കൈകളിലാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രഹസ്യങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കുക. നിങ്ങളുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള ചുമതല മറ്റൊരാളിൽ അർപ്പിക്കാതിരിക്കുക. അയാൾക്ക് നഷ്ടപ്പെടാൻ ഒന്നും തന്നെയില്ല എന്നത് ഓർക്കുക. ഒരിക്കൽ ഒരു വലിയ ധനികൻ തന്റെ ദൈവത്തോടുള്ള ഭക്തി തെളിയിക്കാൻ വേണ്ടി ഒരു വലിയ വിരുന്നൊരുക്കി. ദൂരദേശങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരെയും വിശുദ്ധന്മാരെയും അയാൾ ക്ഷണിച്ചു. തന്റെ പൂജാമുറി സ്വർണം കൊണ്ടും പട്ടുനൂലുകൾ കൊണ്ടും അയാൾ അലങ്കരിച്ചു. അതേസമയം അയാളുടെ വീട്ടിൽ പ്രായമായ ഒരു ഭൃത്യനുണ്ടായിരുന്നു. അയാൾക്ക് പാണ്ഡിത്യമോ വലിയ അറിവോ ഇല്ലായിരുന്നു. സന്ധ്യാസമയത്ത് തന്റെ ജോലികളെല്ലാം കഴിഞ്ഞ് ആ വൃദ്ധൻ വീടിന്റെ ഒരു മൂലയിൽ പോയിരുന്നു. അയാൾ കണ്ണുകളടച്ച് ലളിതമായി ഇത്രമാത്രം പറഞ്ഞു, ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ആ വാക്കുകളിൽ അത്രമേൽ ആത്മാർത്ഥതയും ശാന്തിയുമുണ്ടായിരുന്നു. അന്ന് രാത്രി ആ ധനികൻ ഒരു സ്വപ്നം കണ്ടു. ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് അയാളോട് പറഞ്ഞു, ഇന്ന് ഈ വീട്ടിൽ നടന്ന പൂജകളിൽ വെച്ച് ഏറ്റവും വലിയ പ്രാർത്ഥന നിന്റെ പ്രായമായ ഭൃത്യന്റേതായിരുന്നു. അവന്റെ ലളിതമായ ആ വാക്കുകൾ സ്വർഗ്ഗവാതിലുകൾ വരെ എത്തിയിരിക്കുന്നു. ധനികൻ അത്ഭുതപ്പെട്ടുപോയി. ഞാൻ ഇത്രയും വലിയ വിരുന്നൊരുക്കി വിലകൂടിയ പൂജകൾ നടത്തിയിട്ടും ഒന്നുമില്ലാത്തവന്റെ പ്രാർത്ഥനയാണോ വലുതായത്? മാലാഖ മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം നോക്കുന്നത് നിന്റെ പണത്തിലേക്കോ വിരുന്നിലേക്കോ അല്ല, നിന്റെ ഹൃദയത്തിന്റെ ശുദ്ധിയിലേക്കാണ്. ആ ഭൃത്യന്റെ മനസ്സിൽ അഹങ്കാരമില്ലായിരുന്നു, സ്നേഹം മാത്രമായിരുന്നു. സ്നേഹമുള്ള മനസ്സ് തന്നെയാണ് ഏറ്റവും വലിയ ക്ഷേത്രം. വലിയ ആഡംബരങ്ങളിലോ പ്രകടനങ്ങളിലോ അല്ല ഭക്തിയിരിക്കുന്നത്. കറയില്ലാത്ത സ്നേഹത്തോടെയും ലളിതമായ മനസ്സോടെയും ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ദൈവത്തിന് പ്രിയപ്പെട്ടതാണ്. ഒരിക്കൽ കഠിനാധ്വാനിയായ ഒരു ദരിദ്രൻ തന്റെ ചെറിയ കുടിലിന് മുന്നിലിരിക്കുകയായിരുന്നു. അവന്റെ ദയനീയാവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ ഒരു ദേവത അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവത പറഞ്ഞു, നിന്റെ കഷ്ടപ്പാടുകൾ തീരാൻ ഞാൻ നിനക്ക് 3 ആഗ്രഹങ്ങൾ നൽകുന്നു. നീ എന്തു ചോദിച്ചാലും അത് സത്യമാകും. പക്ഷേ വളരെ ആലോചിച്ചു മാത്രമേ നീ അത് ചോദിക്കാവൂ. അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൻ ചിന്തിച്ചു, എനിക്കൊരുപാട് സ്വർണം വേണം, വലിയൊരു കൊട്ടാരം വേണം, ആയുസ്സും ആരോഗ്യവും വേണം. അവൻ തന്റെ ആദ്യത്തെ ആഗ്രഹം ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് ദൂരെ തന്റെ അയൽവാസി കരയുന്നത് കേട്ടത്. അയൽവാസിയുടെ ഏക മകൻ വലിയൊരസുഖം ബാധിച്ച് കിടപ്പിലായിരുന്നു. അവൻ ഒരു നിമിഷം ആലോചിച്ചു, എനിക്ക് സ്വർണം കിട്ടിയാലും എന്റെ അയൽക്കാരൻ ദുഃഖത്തിൽ കഴിയുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ കഴിയുമോ? അവൻ തന്റെ ആദ്യത്തെ ആഗ്രഹം ഇങ്ങനെ ചോദിച്ചു, ദേവി, എന്റെ അയൽവാസിയുടെ മകന്റെ അസുഖം മാറി അവന് ആരോഗ്യം ലഭിക്കണം. നിമിഷങ്ങൾക്കുള്ളിൽ ആ കുട്ടി എഴുന്നേറ്റ് നടന്നു. അയൽവാസിയുടെ വീട്ടിൽ സന്തോഷം നിറഞ്ഞു. രണ്ടാമത്തെ ആഗ്രഹം ചോദിക്കാൻ നേരം അവൻ കണ്ടത് ഗ്രാമത്തിലെ കുളങ്ങളെല്ലാം വറ്റിവരണ്ടു കിടക്കുന്നതാണ്. മൃഗങ്ങളും പക്ഷികളും വെള്ളമില്ലാതെ വലയുന്നു. അവൻ രണ്ടാമത്തെ ആഗ്രഹം പറഞ്ഞു, ഈ ഗ്രാമത്തിലെ കുളങ്ങളെല്ലാം നല്ല ശുദ്ധജലം കൊണ്ട് നിറയണം.
പെട്ടെന്നുതന്നെ മഴ പെയ്യുകയും ഗ്രാമമാകെ കുളിരണിഞ്ഞു സന്തോഷത്തിലാവുകയും ചെയ്തു. അവസാനത്തെ ആഗ്രഹത്തിന് സമയമായി. ദേവത ചോദിച്ചു, ഇനിയൊരൊറ്റ ആഗ്രഹമേയുള്ളൂ. നിനക്കുവേണ്ടി എന്തെങ്കിലും ചോദിക്കൂ. അവൻ ശാന്തനായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവി, മറ്റുള്ളവരുടെ സന്തോഷം കണ്ട് ആനന്ദിക്കാനുള്ള ഒരു മനസ്സ് എന്നും എനിക്ക് നൽകിയാൽ മതി. ദേവത അത്ഭുതപ്പെട്ടുപോയി. മറ്റുള്ളവർക്കു വേണ്ടി നന്മ ചെയ്ത ആ മനുഷ്യനെ ദേവത അനുഗ്രഹിച്ചു. അവന്റെ കുടിൽ മനോഹരമായ ഒരു വീടായി മാറി. അവന്റെ ആയുസ്സു മുഴുവൻ അവൻ സംതൃപ്തിയോടെ ജീവിച്ചു. നമ്മുടെ സന്തോഷം മറ്റുള്ളവരുടെ സന്തോഷത്തിൽ കണ്ടെത്താൻ കഴിയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. നന്മ ചെയ്യുന്ന മനസ്സാണ് ഏറ്റവും വലിയ സമ്പാദ്യം. ഒരിക്കൽ വലിയൊരു ആപ്പിൾ മരമുണ്ടായിരുന്നു. അതിനൊരു ചെറിയ ആൺകുട്ടിയോട് വലിയ ഇഷ്ടമായിരുന്നു. ആ കുട്ടി ദിവസവും മരത്തിനടുത്തു വരും. അതിന്റെ കൊമ്പുകളിൽ തൂങ്ങിയാടും ആപ്പിൾ തിന്നും. അവൻ മരത്തിന്റെ തണലിൽ ഉറങ്ങുമായിരുന്നു. അവർ രണ്ടുപേരും അത്രമേൽ സന്തോഷത്തിലായിരുന്നു. കാലം കടന്നുപോയി. കുട്ടി വളർന്നു. അവൻ മരത്തിനടുത്ത് വരുന്നത് കുറഞ്ഞു. ഒരു ദിവസം അവൻ മരത്തിനടുത്ത് വന്ന് സങ്കടത്തോടെ നിന്നു. മരം പറഞ്ഞു, വരൂ സുഹൃത്തേ, എന്റെ കൊമ്പുകളിലാടൂ, സന്തോഷിക്കൂ. അവൻ പറഞ്ഞു, എനിക്ക് കളിക്കാൻ നേരമില്ല. എനിക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ പണം വേണം. മരം പറഞ്ഞു, എന്റെ കയ്യിൽ പണമില്ല. പക്ഷേ നീ എന്റെ ആപ്പിളുകൾ പറിച്ചെടുത്ത് ചന്തയിൽ വിറ്റോളൂ, നിനക്ക് പണം കിട്ടും. അവൻ സന്തോഷത്തോടെ ആപ്പിളുകളെല്ലാം പറിച്ചെടുത്തുകൊണ്ടുപോയി. മരം സന്തോഷിച്ചു. കുറേ കാലം കഴിഞ്ഞ് അവൻ വീണ്ടും വന്നു. ഇപ്പോൾ അവൻ ഒരു യുവാവാണ്. അവൻ പറഞ്ഞു, എനിക്ക് താമസിക്കാൻ ഒരു വീട് വേണം. നീ എന്നെ സഹായിക്കുമോ? മരം പറഞ്ഞു, എന്റെ കൊമ്പുകൾ മുറിച്ചെടുത്ത് നീ വീട് പണിതോളൂ. അവൻ മരത്തിന്റെ കൊമ്പുകളെല്ലാം മുറിച്ചെടുത്തുകൊണ്ടുപോയി. മരം അപ്പോഴും സന്തോഷിച്ചു. വർഷങ്ങൾക്കുശേഷം വയസ്സായ ആ മനുഷ്യൻ വീണ്ടും മരത്തിനടുത്തെത്തി. മരം സങ്കടത്തോടെ പറഞ്ഞു, സുഹൃത്തേ, നിനക്ക് നൽകാൻ എന്റെ കയ്യിൽ ആപ്പിളുകളില്ല, കൊമ്പുകളില്ല. ഞാൻ വെറുമൊരു ഉണങ്ങിയ വേരു മാത്രമാണ്. ആ വൃദ്ധൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഒന്നും വേണ്ട. എനിക്ക് വിശ്രമിക്കാൻ ഒരു ശാന്തമായ സ്ഥലം മാത്രം മതി. മരം പറഞ്ഞു, എങ്കിൽ വരൂ, എന്റെ ഈ വേരുകളിലിരിക്കൂ. നമുക്ക് ഒരുമിച്ച് വിശ്രമിക്കാം. അവൻ ആ മരച്ചുവട്ടിലിരുന്നു. മരം ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. ഈ മരം നമ്മുടെ മാതാപിതാക്കളെപ്പോലെയാണ്. നമ്മൾ ചെറുപ്പത്തിൽ അവരോടൊപ്പം കളിക്കുന്നു. വളരുമ്പോൾ ആവശ്യങ്ങൾക്കു വേണ്ടി അവരെ സമീപിക്കുന്നു. ഒടുവിൽ നമുക്ക് മറ്റാരുമില്ലാതാകുമ്പോൾ അവർ നമുക്ക് തണലേകാൻ എന്നും അവിടെയുണ്ടാകും. സ്നേഹത്തിന് തിരിച്ചു ഒന്നും പ്രതീക്ഷിക്കാനറിയില്ല. ഒരിക്കൽ ഇരുട്ടുമൂടിയ ഒരു രാത്രിയിൽ ഒരു ഗ്രാമത്തിലെ വീതി കുറഞ്ഞ വഴിയിലൂടെ ഒരു മനുഷ്യൻ നടന്നുവരികയായിരുന്നു. കയ്യിൽ കത്തുന്ന ഒരു വിളക്കുമായാണ് അയാൾ വരുന്നത്. അതുവഴി വന്ന മറ്റൊരു യാത്രക്കാരൻ ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. കാരണം വിളക്കുമായി വരുന്നത് ആ ഗ്രാമത്തിലെ അന്ധനായ ഒരാളായിരുന്നു. യാത്രക്കാരൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഹേയ് സുഹൃത്തേ, നിങ്ങൾക്ക് കാഴ്ചയില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ വിളക്കും കയ്യിൽ പിടിച്ചു നടക്കുന്നത്? നിങ്ങൾക്ക് വെളിച്ചമുണ്ടെങ്കിലും ഇരുട്ടാണെങ്കിലും ഒരുപോലെയല്ലേ? അന്ധനായ മനുഷ്യൻ ശാന്തനായി മറുപടി നൽകി, സത്യമാണ് പ്രഭു. എനിക്ക് ഈ വെളിച്ചം കൊണ്ട് ഒരു ഉപകാരവുമില്ല. എനിക്ക് ഇരുട്ടും വെളിച്ചവും ഒരുപോലെയാണ്. യാത്രക്കാരൻ വീണ്ടും ചോദിച്ചു, പിന്നെ എന്തിനാണ് ഈ പാതിരാത്രിയിൽ വെറുതെ ഈ ഭാരം ചുമക്കുന്നത്? അന്ധൻ മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വിളക്ക് എനിക്ക് വേണ്ടിയല്ല, നിങ്ങളെപ്പോലെ കാഴ്ചയുള്ളവർക്ക് വേണ്ടിയാണ്. ഇരുട്ടത്ത് നിങ്ങൾ ആരും എന്നെ വന്ന് ഇടിക്കാതിരിക്കാനും എന്റെ സാന്നിധ്യം നിങ്ങൾ അറിയാനും വേണ്ടിയാണ് ഞാൻ ഈ വിളക്ക് കയ്യിൽ കരുതുന്നത്. താൻ അന്ധനാണെങ്കിലും മറ്റുള്ളവരുടെ സുരക്ഷയെക്കുറിച്ച് ചിന്തിച്ച ആ മനുഷ്യന്റെ വലിയ മനസ്സ് കണ്ടപ്പോൾ യാത്രക്കാരൻ ലജ്ജിച്ചു തലതാഴ്ത്തി. യഥാർത്ഥ കാഴ്ച എന്നത് കണ്ണുകൾ കൊണ്ട് കാണുന്നതല്ല, മറിച്ച് മറ്റുള്ളവരെക്കൂടി പരിഗണിക്കുന്ന മനസ്സിന്റെ നന്മയാണ്. നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നിടത്താണ് ജീവിതത്തിന്റെ വിജയം. നിങ്ങൾ എങ്ങനെയാണ് ഒരാളുടെ സ്വഭാവം വിലയിരുത്തുന്നത്? ഒരാളെക്കുറിച്ച് മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് അയാളെ വിലയിരുത്തുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. പലപ്പോഴും നല്ല സ്വഭാവമുള്ള പലരും മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. പലപ്പോഴും നല്ല വ്യക്തികളെക്കുറിച്ച് അവരോടൊപ്പമുള്ളവർ തന്നെ മറ്റുള്ളവരോട് മോശമായി പറയാറുണ്ട്. അത് അവർക്ക് ആ വ്യക്തിയോടുള്ള അസൂയ കൊണ്ടും ഒരിക്കലും തങ്ങൾക്ക് അയാളെപ്പോലെ ഒരു നല്ലവനാകാൻ കഴിയില്ലല്ലോ എന്ന ദുഃഖവും കൊണ്ടാണ് അവർ അത്തരത്തിൽ കുപ്രചരണം നടത്തുന്നത്. പലപ്പോഴും ഒരാൾ നല്ലവനാണെന്ന സത്യം വളരെ വൈകി മാത്രമേ മറ്റുള്ളവർ തിരിച്ചറിയുകയുള്ളൂ. കാരണം നല്ലവനായ ഒരാൾ ഒരിക്കലും ഞാൻ നല്ലവനാണെന്ന് കാണിക്കാൻ പ്രകടനം നടത്തുന്നവനല്ല. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി നടക്കാൻ അയാൾ ആഗ്രഹിക്കുന്നതുമില്ല. അയാൾ ഒരിക്കലും മറ്റുള്ളവർ എന്നെക്കുറിച്ചെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് വ്യാകുലപ്പെടുന്നവനുമല്ല. മറിച്ച് അയാൾ ചിന്തിക്കുന്നത്, ഞാൻ നല്ലവനാണെന്നെനിക്കറിയാം, അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയിട്ട് എന്താണ് കാര്യമെന്നാണ്. അതുമാത്രമല്ല, അയാൾ മറ്റുള്ളവരെ അനാവശ്യമായി കുറ്റപ്പെടുത്തി പറയുന്നവനോ അപവാദം പറയുന്നയാളോ ആയിരിക്കില്ല. ഇതാണ് ശരിക്കും അസൂയാലുക്കളെ അസ്വസ്ഥരാക്കുന്നത്. ഇയാളെ മറ്റുള്ളവരുടെ മുന്നിൽ കരുതേച്ചു കാണിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് നടിക്കുന്നവരായിരിക്കും.
ഒരാളുടെ സുഹൃത്തായി നടക്കുന്നവൻ അയാളെക്കുറിച്ച് പറയുന്നത് മറ്റുള്ളവർ സ്വാഭാവികമായും വിശ്വസിച്ചു പോകും. കാരണം ഒപ്പം നടക്കുന്നവർക്കല്ലേ ഒരാളെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അയാൾ പറയുന്നത് വിശ്വസിക്കുന്നവരാണ് കൂടുതൽ പേരും. ഏതൊരു വ്യക്തിയെയും നേരിട്ട് കണ്ട് സംസാരിച്ച് അയാളെക്കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ അയാളുടെ സ്വഭാവത്തെ വിലയിരുത്താൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ നന്മ നിങ്ങൾ തിരിച്ചറിയാതെ പോകും. മാത്രമല്ല, മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഒരാളെ തെറ്റിദ്ധരിക്കുന്നത് നമ്മൾ ആ വ്യക്തിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിത്തീരും. ഒരിക്കൽ ഒരു വലിയ ബിസിനസ്സുകാരൻ കടൽത്തീരത്ത് വിശ്രമിക്കാൻ വന്നു. അവിടെ ഒരു ചെറിയ വഞ്ചിയിൽ കടൽക്കാറ്റേറ്റ് സമാധാനമായി ഇരിക്കുന്ന ഒരു മീൻപിടുത്തക്കാരനെ അദ്ദേഹം കണ്ടു. ബിസിനസ്സുകാരൻ ചോദിച്ചു, "നീ എന്താണിപ്പോൾ മീൻ പിടിക്കാൻ പോകാത്തത്?" മീൻപിടുത്തക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "എനിക്കിന്നത്തേക്ക് ആവശ്യമുള്ള മീനുകളെ ഞാൻ പിടിച്ചുകഴിഞ്ഞു." അപ്പോൾ ബിസിനസ്സുകാരൻ ഉപദേശിക്കാൻ തുടങ്ങി, "നീ കുറച്ചുകൂടി സമയം കഷ്ടപ്പെട്ട് മീൻ പിടിച്ചാൽ നിനക്ക് കൂടുതൽ പണം കിട്ടില്ലേ? ആ പണം കൊണ്ട് നിനക്ക് വലിയ വഞ്ചി വാങ്ങാം, പിന്നൊരു യന്ത്രപ്പടക് വാങ്ങാം, അങ്ങനെ വലിയൊരു മീൻപിടുത്ത കമ്പനി തന്നെ തുടങ്ങാം." മീൻപിടുത്തക്കാരൻ ചോദിച്ചു, "എന്നിട്ട് വേണം എന്തു ചെയ്യാൻ?" ബിസിനസ്സുകാരൻ ആവേശത്തോടെ പറഞ്ഞു, "എന്നിട്ട് നിനക്കൊരുപാട് പണമുണ്ടാക്കി വലിയ വീട്ടിൽ താമസിച്ച് എന്നെപ്പോലെ ഇങ്ങനെ കടൽത്തീരത്ത് സമാധാനമായി വിശ്രമിക്കാം." ഇത് കേട്ടപ്പോൾ മീൻപിടുത്തക്കാരൻ വീണ്ടും ചിരിച്ചു. അവൻ പതുക്കെ പറഞ്ഞു, "പ്രഭു, അത്രയും കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയിട്ട് എനിക്ക് വേണ്ടത് ഈ സമാധാനമാണെങ്കിൽ അത് ഇപ്പോൾ തന്നെ എനിക്കുണ്ടല്ലോ. ഞാനിപ്പോൾ ഈ കടൽത്തീരത്ത് സമാധാനമായി തന്നെയല്ലേ ഇരിക്കുന്നത്?" പണക്കാരനായ ബിസിനസ്സുകാരൻ ഒരു നിമിഷം സ്തംഭിച്ചുപോയി. സന്തോഷം തേടി അലയുന്ന താൻ സന്തോഷം അടുത്തുതന്നെയുള്ള ആ മനുഷ്യനെയാണ് ഉപദേശിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായി. ഭാവിയിലെ വലിയ സന്തോഷങ്ങൾക്കു വേണ്ടി ഓടുമ്പോൾ വർത്തമാനകാലത്തുള്ള ചെറിയ സന്തോഷങ്ങളെ നമ്മൾ കാണാതെ പോകരുത്. ലാളിത്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനം. ഒരിക്കൽ ഒരു വലിയ കൊട്ടാരത്തിനടുത്ത് തന്നെ ഒരു പാവപ്പെട്ട ചെരുപ്പുകുത്തി താമസിച്ചിരുന്നു. അയാൾക്ക് വലിയ സമ്പാദ്യമൊന്നുമില്ലായിരുന്നു. എങ്കിലും അയാൾ എപ്പോഴും പാട്ടുപാടിയും ചിരിച്ചും വളരെ സന്തോഷത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. അയാളുടെ സന്തോഷം കണ്ട് അയൽവാസിയായ ഒരു വലിയ പണക്കാരന് അത്ഭുതം തോന്നി. പണക്കാരന് വലിയ വീടും പണവുമുണ്ടായിരുന്നെങ്കിലും സമാധാനമായി ഉറങ്ങാനോ സന്തോഷിക്കാനോ കഴിഞ്ഞിരുന്നില്ല. ഒരു ദിവസം പണക്കാരൻ ചെരുപ്പുകുത്തിയെ വിളിച്ചു പറഞ്ഞു, "നീ ഇത്രയും ദരിദ്രനായിട്ടും ഇത്ര സന്തോഷത്തോടെ കഴിയുന്നല്ലോ. നിനക്ക് ഞാൻ 1000 സ്വർണ്ണനാണയങ്ങൾ തരുന്നു. ഇനി നിനക്ക് സുഖമായി ജീവിക്കാം." ചെരുപ്പുകുത്തിക്ക് ആദ്യം വലിയ സന്തോഷമായി. അയാൾ ആ സ്വർണ്ണനാണയങ്ങൾ തന്റെ വീട്ടിലെ ഒരു രഹസ്യസ്ഥലത്ത് കുഴിച്ചിട്ടു. പക്ഷേ അന്നു മുതൽ അയാളുടെ സമാധാനം നഷ്ടപ്പെട്ടു. ആരെങ്കിലും അത് മോഷ്ടിക്കുമോ എന്ന പേടി കാരണം അയാൾക്ക് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. തന്റെ പ്രിയപ്പെട്ട പാട്ടുകൾ പാടാൻ പോലും അയാൾ മറന്നുപോയി. പണത്തെക്കുറിച്ചുള്ള ആധി അയാളുടെ മുഖത്തെ ചിരി മായ്ച്ചുകളഞ്ഞു. അയാൾ എപ്പോഴും ഗൗരവക്കാരനും അസ്വസ്ഥനുമായി മാറി. പണം അയാളുടെ സ്വാതന്ത്ര്യം കവർന്നെടുത്തു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചെരുപ്പുകുത്തിക്ക് കാര്യം മനസ്സിലായി. അയാൾ ആ സ്വർണ്ണനാണയങ്ങളുമായി പണക്കാരന്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, "പ്രഭു, അങ്ങയുടെ ഈ പണം തിരികെ എടുത്താലും എനിക്കെന്റെ പഴയ സന്തോഷവും സമാധാനവുമാണ് വേണ്ടത്. പണമില്ലാതിരുന്നപ്പോൾ ഞാൻ എത്ര സ്വതന്ത്രനായിരുന്നു." ചെരുപ്പുകുത്തി ആ പണം തിരികെ നൽകി. എന്നിട്ട് വീണ്ടും പാട്ടുപാടിക്കൊണ്ട് തന്റെ ജോലിയിലേക്ക് മടങ്ങി. പഴയതിനേക്കാൾ സന്തോഷവാനായി അയാൾ ജീവിച്ചു. മനസ്സിന്റെ സമാധാനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. പണം നമുക്ക് സൗകര്യങ്ങൾ തന്നേക്കാം, പക്ഷേ ഒരിക്കലും യഥാർത്ഥ സന്തോഷം നൽകില്ല. ഒരിക്കൽ ഒരു വലിയ രാജ്യത്തെ രാജാവിന് വിചിത്രമായ ഒരസുഖം പിടിപെട്ടു. അദ്ദേഹത്തിനെപ്പോഴും മനസ്സിന് വലിയ ഭാരവും സങ്കടവും തോന്നിയിരുന്നു. കൊട്ടാരത്തിലെ വൈദ്യന്മാർ പല മരുന്നുകൾ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ ഒരു വയസ്സായ ജ്ഞാനി കൊട്ടാരത്തിലെത്തി. അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, "പ്രഭു, ഈ ലോകത്ത് ഏറ്റവും സന്തോഷവാനായി കഴിയുന്ന ഒരു മനുഷ്യനെ കണ്ടെത്തുക. എന്നിട്ട് അയാളുടെ കുപ്പായം വാങ്ങി ഒരു രാത്രി ധരിക്കുക. അങ്ങയുടെ സങ്കടമെല്ലാം മാറിക്കിട്ടും." രാജാവ് ഉടനെ തന്റെ സേവകരെ അയച്ചു. അവർ ധനികരെയും പണ്ഡിതന്മാരെയും കണ്ടു. പക്ഷേ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ പറയാനുണ്ടായിരുന്നു. ആരും പൂർണ്ണ സന്തോഷവാന്മാരായിരുന്നില്ല. അന്വേഷിച്ചു മടുത്ത സേവകർ കാടിനടുത്തുള്ള ഒരു ചെറിയ തുന്നൽക്കാരന്റെ കുടിലിനു മുന്നിലെത്തി. അയാൾ തന്റെ ജോലി ചെയ്തുകൊണ്ട് ഉറക്കെ പാട്ടുപാടുകയായിരുന്നു. സേവകർ ചോദിച്ചു, "സുഹൃത്തേ, നിനക്ക് ജീവിതത്തിൽ എന്തെങ്കിലും സങ്കടമുണ്ടോ?" തുന്നൽക്കാരൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, "സങ്കടമോ? എന്തിന്? എനിക്ക് കഴിക്കാൻ ഭക്ഷണമുണ്ട്. ജോലി ചെയ്യാൻ ആരോഗ്യം നൽകുന്ന ദൈവമുണ്ട്. ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യനാണ്." സേവകർക്ക് സന്തോഷമായി. അവർ പറഞ്ഞു, "രാജാവിനു വേണ്ടി നിന്റെ കുപ്പായം ഒന്ന് നൽകുമോ? പകരം ഞങ്ങൾ സ്വർണം നൽകാം." അപ്പോൾ ആ തുന്നൽക്കാരൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "അയ്യോ, രാജാവിന് കൊടുക്കാൻ എന്റെ കയ്യിൽ കുപ്പായമില്ലല്ലോ. എനിക്ക് ആകെ ഒരുടുപ്പേ ഉള്ളൂ. അത് ഞാനിപ്പോൾ ധരിച്ചിട്ടുമുണ്ട്. വേറെ ഒന്നും ഞാൻ സമ്പാദിച്ചിട്ടില്ല."
സന്തോഷവാനായ ആ മനുഷ്യന് സ്വന്തമായി മറ്റൊരു കുപ്പായം പോലും ഇല്ലായിരുന്നു എന്നറിഞ്ഞപ്പോൾ രാജാവിന് വലിയൊരു സത്യം മനസ്സിലായി. സന്തോഷമെന്നത് നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളിലോ പണത്തിലോ അല്ല, അത് നമ്മുടെ മനസ്സിന്റെ അവസ്ഥയിലാണ്. കയ്യിലൊന്നുമില്ലെങ്കിലും മനസ്സിന് സമാധാനമുണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥ രാജാവ്. ഒരിക്കൽ ഒരു കാട്ടിലെ വലിയ മരത്തിൽ ഒരു കൂട്ടം പ്രാവുകൾ താമസിച്ചിരുന്നു. ഒരു ദിവസം ഭക്ഷണത്തിനായി ആകാശത്തിലൂടെ പറക്കുമ്പോൾ താഴെമണ്ണിൽ ധാരാളം ധാന്യമണികൾ വിതറിയിരിക്കുന്നത് അവർ കണ്ടു. വിശന്നിരുന്ന പ്രാവുകൾ സന്തോഷത്തോടെ താഴേക്ക് പറന്നിറങ്ങി. എന്നാൽ അതൊരു കെണിയായിരുന്നു. അവർ ധാന്യം കൊത്തിത്തിന്നാൻ തുടങ്ങിയതും മുകളിൽ നിന്ന് ഒരു വലിയ വല അവരുടെ മേൽ വീണു. വേട്ടക്കാരൻ പതുക്കെ മരത്തിന് പിന്നിൽ നിന്നും വരുന്നത് അവർ കണ്ടു. പ്രാവുകൾ പേടിച്ച് ഓരോരുത്തരും തനിയെ രക്ഷപ്പെടാൻ വേണ്ടി ചിറകടിച്ചു. പക്ഷേ ആർക്കും വലയിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവരുടെ കൂട്ടത്തിലെ പ്രായമായ പ്രാവു പറഞ്ഞു, നമ്മൾ തനിയെ ശ്രമിച്ചാൽ രക്ഷപ്പെടില്ല. നമുക്ക് എല്ലാവർക്കും കൂടി ഒരേ സമയം ആഞ്ഞു ചിറകടിക്കാം, എന്നിട്ട് ഈ വലയുമായി ഒന്നിച്ചു പറക്കാം. പ്രാവുകൾ ആ ഉപദേശം കേട്ടു. എല്ലാവരും ഒരേ മനസ്സോടെ ഒരേ ശക്തിയോടെ മുകളിലേക്ക് പറന്നു. വേട്ടക്കാരൻ അത്ഭുതപ്പെട്ടുപോയി. അവന്റെ കണ്ണുകൾക്ക് മുന്നിലൂടെ ആ പ്രാവുകൾ വലയുമായി ആകാശത്തേക്ക് ഉയർന്നുപൊങ്ങി. അവർ പറന്ന് തങ്ങളുടെ സുഹൃത്തായ എലിയുടെ അടുത്തെത്തി. എലി വേഗത്തിൽ വന്ന് ആ വല തന്റെ മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് കടിച്ചുമുറിച്ചു. എല്ലാ പ്രാവുകളും സന്തോഷത്തോടെ സ്വതന്ത്രരായി ആകാശത്തേക്ക് പറന്നുയർന്നു. ഐക്യമാണ് മഹാബലം. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മൾ ദുർബലരാണ്. എന്നാൽ ഒന്നിച്ചു നിന്നാൽ നമുക്ക് ഏതു വലിയ കെണിയെയും നേരിടാം. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുകയും അപമാനിക്കുകയും ചെയ്യുന്നവൻ നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തല്ല. മറിച്ച് നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നിങ്ങളോട് മാത്രമായി നേരിട്ട് പറയുകയും അത് തിരുത്താൻ ഉപദേശിക്കുകയും ചെയ്യുന്നവനാണ് ഒരു യഥാർത്ഥ സുഹൃത്ത്. നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ കരുതേച്ചു കാണിക്കുന്നവർ സുഹൃത്തല്ല, ഒരു ശത്രു മാത്രമാണ്. അവനെ എത്രയും പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുക. ഒരു യഥാർത്ഥ സുഹൃത്ത് ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളെ അനുകൂലിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യില്ല. സുഹൃത്ബന്ധം നഷ്ടപ്പെടുമെന്ന് കരുതി ഒരു സുഹൃത്തിന്റെ തെറ്റുകുറ്റങ്ങൾ തുറന്നു പറയാത്തവൻ യഥാർത്ഥ സുഹൃത്തല്ല. മുഖത്തു നോക്കി നീ എന്തു വിചാരിച്ചാലും എനിക്കത് പ്രശ്നമല്ല, പക്ഷെ നീ ചെയ്ത തെറ്റുകൾ തെറ്റുതന്നെയാണ് എന്നു പറയുന്നവനാണ് ആത്മാർത്ഥ സുഹൃത്ത്. നിന്റെ തെറ്റുകളെ നിന്നോടൊപ്പം നിന്ന് ന്യായീകരിക്കുകയും വീണ്ടും അത് ചെയ്യാൻ നിന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവൻ നിന്റെ ശത്രുവാണ്. സുഹൃത്തിന്റെ മുഖം മൂടിയണിഞ്ഞ നിങ്ങളുടെ ശത്രുവിനെ ഇനിയെങ്കിലും തിരിച്ചറിയൂ. നിങ്ങൾ ഒരാളെ എത്രത്തോളം സ്നേഹിച്ചിട്ടും അയാൾക്കുവേണ്ടി എന്തൊക്കെ ത്യാഗം സഹിച്ചിട്ടും അയാളുടെ സന്തോഷത്തിനും സ്വപ്നങ്ങൾക്കും വേണ്ടി പ്രയത്നിച്ചിട്ടും അയാൾ നിങ്ങൾക്ക് തിരികെ നൽകുന്നത് അവഗണനയാണെങ്കിൽ മനസ്സിലാക്കുക, അയാൾക്കുവേണ്ടി നിങ്ങൾ ചെയ്തതൊക്കെ കമഴ്ത്തിവച്ച ഒരു കുടത്തിൽ വെള്ളം നിറയ്ക്കുക എന്ന പ്രവൃത്തിക്ക് തുല്യമാണ്. നിങ്ങളോട് ആത്മാർത്ഥതയുള്ള സ്നേഹമുള്ള ഒരാൾ ഒരിക്കലും നിങ്ങൾ അയാൾക്കുവേണ്ടി ചെയ്ത നന്മകളെ അവഗണിക്കുകയില്ല. മറിച്ച് നിങ്ങളെ അയാൾ അവഗണിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, അയാൾക്ക് ഉയരങ്ങളിലെത്താൻ നിങ്ങളെ ഒരു ചവിട്ടുപടിയായി മാത്രമാണ് അയാൾ ഉപയോഗിച്ചതെന്ന്. അത്തരക്കാരായ ആൾക്കാരോട് നിങ്ങളെ പരിഗണിക്കാൻ പിന്നാലെ നടന്ന് യാചിക്കാതിരിക്കുക. മാത്രമല്ല, നിങ്ങളുടെ സഹായമില്ലായിരുന്നെങ്കിലും അയാൾ ഈ നേട്ടങ്ങളൊക്കെ കൈവരിക്കുമെന്നും അയാൾ നേടിയതൊക്കെ അയാളുടെ കഴിവുകൊണ്ട് മാത്രമാണെന്നും അയാൾ വിളിച്ചു പറയും. അതുകൊണ്ടുതന്നെ നിങ്ങളെ അവഗണിക്കുന്നവരെ അതിനേക്കാൾ ശക്തമായി അവഗണിക്കാൻ പഠിക്കൂ. നിങ്ങൾ എപ്പോഴാണോ അവഗണിക്കാൻ തുടങ്ങുന്നത് അന്നുമുതൽ അവർ നിങ്ങളുടെ പിന്നാലെ വരാൻ തുടങ്ങും. കാരണം നിങ്ങൾ അവഗണിക്കാൻ തുടങ്ങുമ്പോഴേ അവർ നിങ്ങളുടെ വില തിരിച്ചറിയുകയുള്ളൂ. നിങ്ങളില്ലെങ്കിൽ, നിങ്ങളുടെ സഹായമില്ലെങ്കിൽ അവർ ഒന്നുമല്ല എന്ന സത്യം അവർ തിരിച്ചറിയുമ്പോൾ നിങ്ങളെ പരിഗണിക്കാൻ അവർ പിന്നാലെ വരും. ഒരിക്കൽ നിങ്ങളെ അവഗണിച്ചവരെ നിങ്ങൾ വീണ്ടും പരിഗണിക്കരുത്. കാരണം നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളവിടെ നഷ്ടമാകും. നിങ്ങൾ അഭിമാനമില്ലാത്തവരാകും. അവർ വീണ്ടും നിങ്ങളെ അവഗണിക്കും. ഓർക്കുക, ഒരിക്കൽ നിങ്ങളെ അവഗണിച്ചവരെ പിന്നീടൊരിക്കലും നിങ്ങൾ പരിഗണിക്കരുത്. ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ മുന്നോട്ടു പോകുക. അവിടെ മനോഹരമായ ഒരു ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു വലിയ സിംഹം കാട്ടിൽ സുഖമായി ഉറങ്ങുകയായിരുന്നു. ആ സമയത്ത് ഒരു കൊച്ചു എലി അറിയാതെ സിംഹത്തിന്റെ ശരീരത്തിലൂടെ ഓടിക്കളിച്ചു. ഉറക്കം തടസ്സപ്പെട്ട സിംഹം ദേഷ്യത്തോടെ എലിയെ പിടികൂടി. തന്റെ വലിയ നഖങ്ങൾക്കിടയിൽ വെച്ച് അതിനെ കൊല്ലാൻ തുടങ്ങിയപ്പോൾ എലി പേടിയോടെ കരഞ്ഞു പറഞ്ഞു, പ്രഭു, ദയവായി എന്നെ കൊല്ലരുത്. അബദ്ധം പറ്റിയതാണ്. എന്നെ വിട്ടയച്ചാൽ ഒരിക്കൽ ഞാൻ അങ്ങയെ സഹായിക്കാം. ഒരു കൊച്ചു എലി തന്നെ എങ്ങനെ സഹായിക്കും എന്ന് ചിന്തിച്ച് സിംഹം ഉറക്കെ ചിരിച്ചു. എങ്കിലും
പാവം തോന്നിയ സിംഹം എലിയെ വിട്ടയച്ചു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സിംഹം വേട്ടക്കാരുടെ വലയിൽ അകപ്പെട്ടു. എത്ര ശ്രമിച്ചിട്ടും സിംഹത്തിന് ആ വല പൊട്ടിക്കാൻ കഴിഞ്ഞില്ല. സിംഹം ദയനീയമായി ഗർജിക്കാൻ തുടങ്ങി. സിംഹത്തിന്റെ ശബ്ദം കേട്ട് കൊച്ചു എലി ഓടിയെത്തി. അത് തന്റെ മൂർച്ചയുള്ള പല്ലുകൾ ഉപയോഗിച്ച് ആ വലയുടെ നൂലുകൾ കരണ്ട് മുറിക്കാൻ തുടങ്ങി. പെട്ടെന്നുതന്നെ വല മുറിയുകയും സിംഹം മോചിതനാവുകയും ചെയ്തു. അന്ന് ആ സിംഹം തിരിച്ചറിഞ്ഞു, വലുപ്പത്തിൽ കാര്യമില്ലെന്നും ആർക്കും ആരെയും സഹായിക്കാൻ കഴിയുമെന്നും. നന്ദിയും കരുണയും ഒരിക്കലും വെറുതെയാവില്ല. നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ചെറിയ ഉപകാരം പോലും വലിയ പ്രതിഫലമായി നമ്മിലേക്ക് തിരികെ വരും. ഒരിക്കൽ ഒരു വ്യാപാരിക്ക് 2 കുതിരകളുണ്ടായിരുന്നു. അതിലൊന്ന് വളരെ വേഗത്തിൽ ഓടുന്ന കരുത്തനായ ഒരു കുതിരയായിരുന്നു. രണ്ടാമത്തെ കുതിര അല്പം പ്രായമായതും പതുക്കെ മാത്രം സഞ്ചരിക്കുന്നതുമായിരുന്നു. ഒരു ദിവസം വ്യാപാരിക്ക് ദൂരെയുള്ള ഒരു നഗരത്തിലേക്ക് കുറേ സാധനങ്ങൾ എത്തിക്കേണ്ടി വന്നു. അദ്ദേഹം 2 കുതിരകളുടെയും പുറത്ത് തുല്യമായ ഭാരം കയറ്റിവെച്ചു. വഴിയിൽ ഒരു വലിയ മല കയറാനുണ്ടായിരുന്നു. കരുത്തനായ കുതിര ചിന്തിച്ചു, ഞാൻ എന്തിനാണ് ഇത്രയും ഭാരം ചുമക്കുന്നത്? എനിക്ക് വേണമെങ്കിൽ വേഗത്തിൽ ഓടിപ്പോകാം. പക്ഷേ ഈ ഭാരം എന്നെ തളർത്തുന്നു. അവൻ പകുതി വഴിയിൽ വെച്ച് ദേഷ്യപ്പെട്ടു നിൽക്കുകയും തന്റെ പുറത്തെ ഭാരം താഴെ തട്ടിയിടാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ രണ്ടാമത്തെ കുതിര ചിന്തിച്ചു, ഭാരം കൂടുതലാണെങ്കിലും ഞാൻ സാവധാനം നടന്നാൽ ലക്ഷ്യത്തിലെത്താം. എന്റെ ഉടമസ്ഥനെ സഹായിക്കേണ്ടത് എന്റെ കടമയാണ്. ആ കുതിരക്ഷമയോടെ ഓരോ ചുവടായി വെച്ച് മല കയറാൻ തുടങ്ങി. കരുത്തനായ കുതിരവാശി പിടിച്ചു നിന്നതുകൊണ്ട് വ്യാപാരിക്ക് ദേഷ്യം വന്നു. അദ്ദേഹം ആ കുതിരയുടെ പുറത്തെ ഭാരം കൂടിയെടുത്ത് ക്ഷമയോടെ നടന്ന രണ്ടാമത്തെ കുതിരയുടെ പുറത്തുവച്ചു. തന്റെ കഠിനാധ്വാനം കൊണ്ട് ആ കുതിര എല്ലാ ഭാരവും ചുമന്ന് നഗരത്തിലെത്തി. യാത്ര കഴിഞ്ഞപ്പോൾ വ്യാപാരി വിശ്വസ്തനായ ആ കുതിരയ്ക്ക് നല്ല ഭക്ഷണവും വിശ്രമിക്കാനുള്ള സൗകര്യവും നൽകി. എന്നാൽ വാശി കാണിച്ച കരുത്തനായ കുതിരയെ അദ്ദേഹം വിൽക്കാൻ തീരുമാനിച്ചു. അഹങ്കാരവും ദേഷ്യവും കൊണ്ട് കാര്യമില്ല. എത്ര വലിയ പ്രതിസന്ധിയിലും ക്ഷമയോടെയും വിശ്വസ്തയോടെയും പരിശ്രമിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. ഒരിക്കൽ ഒരു യാത്രക്കാരൻ വലിയൊരു കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അവന്റെ തോളിൽ 2 വലിയ ഭാണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് അവന്റെ മുന്നിലും മറ്റൊന്ന് അവന്റെ പുറകിലുമായിരുന്നു തൂക്കിയിട്ടിരുന്നത്. യാത്രക്കിടയിൽ അയാൾ ഒരു ജ്ഞാനിയെ കണ്ടുമുട്ടി. ജ്ഞാനി ചോദിച്ചു, മകനേ, ഈ ഭാണ്ഡങ്ങളിൽ നീ എന്താണ് നിറച്ചിരിക്കുന്നത്? യാത്രക്കാരൻ പറഞ്ഞു, മുന്നിലെ ഭാണ്ഡത്തിൽ എന്റെ ശത്രുക്കളുടെ കുറ്റങ്ങളും എന്നെ വേദനിപ്പിച്ചവരുടെ ഓർമ്മകളുമാണ്. പുറകിലെ ഭാണ്ഡത്തിൽ എന്റെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളും എനിക്ക് ലഭിച്ച സ്നേഹവുമാണ്. ജ്ഞാനിയൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, മകനേ, നീ വലിയൊരു തെറ്റാണ് ചെയ്യുന്നത്. നിന്റെ മുന്നിലുള്ള ഭാണ്ഡം എപ്പോഴും നിന്റെ കൺമുന്നിലുണ്ട്. അത് നിന്നെ ഭയപ്പെടുത്തുകയും വെറുപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ നിന്റെ പിന്നിലുള്ള നന്മകളെ നീ കാണുന്നുമില്ല. അതുകൊണ്ടാണ് നിന്റെ യാത്ര ഇത്ര കഠിനമായിരിക്കുന്നത്. യാത്രക്കാരൻ ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ജ്ഞാനി പറഞ്ഞു, ആ ഭാണ്ഡങ്ങളൊന്നു മാറ്റിത്തൂക്കൂ. നിന്റെ നന്മകളും വിജയങ്ങളും മുന്നിലെ ഭാണ്ഡത്തിലാക്കുക. അപ്പോൾ നിനക്ക് മുന്നോട്ടു പോകാൻ ആത്മവിശ്വാസം തോന്നും. നിന്റെ ഭയങ്ങളെയും ശത്രുക്കളുടെ കുറ്റങ്ങളെയും പുറകിലെ ഭാണ്ഡത്തിലാക്കുക. വഴിയിലെവിടെയെങ്കിലും ആ ഭാണ്ഡത്തിന് ഒരു സുഷിരമിട്ടേക്കുക. നീ നടന്നു പോകുമ്പോൾ ആ മോശം ഓർമ്മകൾ ഒന്നൊന്നായി വഴിയിൽ വീണു പൊയ്ക്കൊള്ളും. യാത്രക്കാരൻ അങ്ങനെ ചെയ്തു. താമസിയാതെ അവന്റെ മനസ്സ് ഭയത്തിൽ നിന്ന് മുക്തമാവുകയും യാത്ര കൂടുതൽ സന്തോഷകരമാവുകയും ചെയ്തു. നാം എപ്പോഴും നമ്മുടെ ഭയങ്ങളെയും പരാജയങ്ങളെയും കൺമുന്നിൽ വച്ചുകൊണ്ട് ജീവിക്കുന്നു. അവയെ നമ്മുടെ കാഴ്ചയിൽ നിന്ന് മാറ്റി നിർത്തുകയും നമ്മുടെ കരുത്തിനെ മുന്നിൽ നിർത്തുകയും ചെയ്താൽ ഭയം താനേ ഇല്ലാതാകും. അറിവ് എന്നത് അനന്തമാണ്. ഓരോ നിമിഷവും അറിവ് നേടുന്നതിനായി ഉപയോഗിക്കുക. ഓരോ വിഷയത്തിലും അറിവ് നേടുന്നതിനൊപ്പം നിങ്ങളുടെയുള്ളിലെ നിങ്ങളുടെ വ്യക്തിത്വം വളർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ പക്വതയുള്ളവരായി മാറിക്കൊണ്ടിരിക്കും. ഏതൊരു പ്രവൃത്തിയും ചെയ്യുന്നതിനു മുൻപ് ശരിയായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ രൂപം കൊള്ളും. ശരിയായ അറിവ് നേടിക്കഴിഞ്ഞാൽ അതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങളും എത്രയോ നിസ്സാരമായിരുന്നു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഒരിക്കൽ നേടിക്കഴിഞ്ഞാൽ പിന്നീടൊരിക്കലും നഷ്ടപ്പെടാത്ത സ്വത്താണ് അറിവ്. ആർക്കും നിങ്ങളിൽ നിന്ന് അത് അടർത്തി മാറ്റാൻ കഴിയില്ല. അറിവ് നിങ്ങൾക്ക് ആനന്ദം തരുന്നതോടൊപ്പം ചുറ്റുമുള്ള ഈ ലോകത്തോട് നിങ്ങൾക്കുള്ള ചുമതലകൾ എന്താണെന്ന തിരിച്ചറിവ് നൽകുകയും ചെയ്യുന്നു. അറിവുള്ള ഒരാളുടെ മനസ്സിൽ അഹന്തയുണ്ടാകില്ല. താൻ ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി ജീവഗണങ്ങളിലെ ഒരു നിസ്സാരമായ അംശം മാത്രമാണെന്ന് തിരിച്ചറിയുന്നു. അയാൾ സഹജീവികളോട് കരുണയുള്ളവനാകുന്നു, പരോപകാരിയായിത്തീരുന്നു. അയാളുടെ ഉള്ളിൽ ക്രൂരതയില്ലാതാകുന്നു. അയാളെ മറ്റുള്ളവർ ബഹുമാനിക്കാനും ആരാധിക്കാനും മാതൃകയാക്കാനും ആരംഭിക്കുന്നു. അറിവ് നിങ്ങളെ പ്രപഞ്ചശക്തിയുടെ പൊരുളറിയുന്നവനാക്കുന്നു. ഒരിക്കൽ ഒരു ഗുരു തന്റെ ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം കയ്യിൽ പകുതി വെള്ളം നിറഞ്ഞ ഒരു ഗ്ലാസ് ഉയർത്തിപ്പിടിച്ചു. ശിഷ്യന്മാർ കരുതിയത് ഗുരു പണ്ടത്തെപ്പോലെ ഗ്ലാസ് പകുതി നിറഞ്ഞതാണോ അതോ പകുതി കാലിയാണോ എന്ന ചോദ്യമായിരിക്കും
ചോദിക്കുക എന്നാണോ? പക്ഷേ അദ്ദേഹം ചോദിച്ചത് ഇതായിരുന്നു: ഈ ഗ്ലാസിന് എത്ര തൂക്കമുണ്ടാകും? ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു. 100 ഗ്രാം മുതൽ 500 ഗ്രാം വരെ ഉത്തരങ്ങൾ വന്നു. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ഇതിന്റെ യഥാർത്ഥ തൂക്കം എത്രയാണെന്നതല്ല പ്രശ്നം, മറിച്ച് എത്ര നേരം ഞാനിത് കയ്യിൽ പിടിക്കുന്നുവെന്നതാണ്. ഞാനിത് 1 മിനിറ്റ് പിടിച്ചാൽ എനിക്കൊന്നും തോന്നില്ല. 1 മണിക്കൂർ പിടിച്ചാൽ എന്റെ കൈ വേദനിക്കാൻ തുടങ്ങും. 1 ദിവസം മുഴുവൻ പിടിച്ചാൽ എന്റെ കൈ തളർന്നു പോകും. ഒരുപക്ഷേ എനിക്ക് തളർച്ച ബാധിച്ചേക്കാം. ശിഷ്യന്മാർ അത്ഭുതത്തോടെ കേട്ടുനിന്നു. അദ്ദേഹം തുടർന്നു: ഈ ഗ്ലാസിലെ വെള്ളത്തിന്റെ തൂക്കത്തിൽ മാറ്റം വരുന്നില്ല. പക്ഷേ ഞാനിത് കൂടുതൽ നേരം പിടിക്കുന്തോറും ഇതിന്റെ ഭാരം കൂടിക്കൂടി വരുന്നു. ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളും ദേഷ്യവും. അവയെ ഒരു നിമിഷം ആലോചിച്ചാൽ കുഴപ്പമില്ല. കുറച്ചുനേരം കൂടി ആലോചിച്ചാൽ അത് നമ്മളെ വേദനിപ്പിക്കാൻ തുടങ്ങും. എന്നാൽ ദിവസം മുഴുവൻ നാം ആ മോശം ചിന്തകളെ മനസ്സിൽ കൊണ്ടു നടന്നാൽ അത് നമ്മളെ മാനസികമായി തളർത്തുകയും മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത വിധം നമ്മളെ തളച്ചിടുകയും ചെയ്യും. ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഗ്ലാസ് പോലെയാണ്. അവയെ നേരിടുക, എന്നിട്ട് താഴെ വയ്ക്കുക. മനസ്സിനെ ഭാരമേറിയ ചിന്തകളിൽ നിന്ന് മോചിപ്പിക്കാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയൂ. ഒരിക്കൽ ഒരു മുത്തശ്ശൻ തന്റെ കൊച്ചുമകന് ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു: മോനെ, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ എപ്പോഴും ഒരു യുദ്ധം നടക്കുന്നുണ്ട്. അത് 2 ചെന്നായകൾ തമ്മിലുള്ള കഠിനമായ പോരാട്ടമാണ്. കൊച്ചുമകൻ ആകാംക്ഷയോടെ ചോദിച്ചു: 2 ചെന്നായകളോ? അവർ ആരൊക്കെയാണ് അപ്പൂപ്പാ? മുത്തശ്ശൻ തുടർന്നു: അതിൽ ഒന്നാമത്തെ ചെന്നായ തിന്മയാണ്. ദേഷ്യം, അസൂയ, അഹങ്കാരം, കള്ളം, ഭയം, സ്വാർത്ഥത എന്നിവയാണ് അവന്റെ സ്വഭാവം. എന്നാൽ രണ്ടാമത്തെ ചെന്നായ നന്മയാണ്. സ്നേഹം, സമാധാനം, സന്തോഷം, വിനയം, സത്യസന്ധത, കരുണ എന്നിവയാണ് അവന്റെ കരുത്ത്. കൊച്ചുമകൻ അല്പനേരം ആലോചിച്ചു. എന്നിട്ട് ചോദിച്ചു: അപ്പൂപ്പാ, ആ യുദ്ധത്തിൽ ഒടുവിൽ ഏത് ചെന്നായയായിരിക്കും ജയിക്കുക? മുത്തശ്ശൻ പതുക്കെ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി: നീ ആർക്കാണോ ഭക്ഷണം നൽകുന്നത്, അവൻ ജയിക്കും. നമ്മുടെ മനസ്സ് ഒരു വലിയ യുദ്ധക്കളമാണ്. അവിടെ ഏത് വികാരത്തിന് പ്രാധാന്യം നൽകണം എന്നത് നമ്മുടെ തീരുമാനമാണ്. നമ്മൾ മോശം ചിന്തകൾക്കും ദേഷ്യത്തിനും വളമിട്ടാൽ അത് നമ്മുടെ മനസ്സിനെ കീഴടക്കും. എന്നാൽ സ്നേഹത്തിനും നന്മയ്ക്കും മുൻഗണന നൽകിയാൽ നമ്മുടെ മനസ്സ് ശാന്തവും കരുത്തുള്ളതുമാകും. ഒരിക്കൽ ഒരു ജയിലിൽ ഒരേ മുറിയിൽ 2 തടവുകാരുണ്ടായിരുന്നു. ആ മുറിക്ക് പുറംലോകം കാണാൻ കഴിയുന്ന ഒരു ചെറിയ ജനൽ മാത്രമാണുണ്ടായിരുന്നത്. മഴ പെയ്യുന്ന ഒരു രാത്രിയിൽ 2 പേരും ആ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ആദ്യത്തെ തടവുകാരൻ കണ്ടത് പുറത്തെ റോഡിലെ ചെളിയും അഴുക്കുമായിരുന്നു. അയാൾ പിറുപിറുത്തു: എത്ര മോശമായ ലോകമാണിത്! എല്ലായിടത്തും അഴുക്കും ചെളിയും ദുരിതവും മാത്രം. എന്റെ ജീവിതവും ഇതുപോലെ നശിച്ചിരിക്കുന്നു. അയാൾ നിരാശനായി നിലത്ത് കിടന്നു. എന്നാൽ രണ്ടാമത്തെ തടവുകാരൻ അതേ ജനലിലൂടെ തന്നെയായിരുന്നു പുറത്തേക്ക് നോക്കിയത്. പക്ഷേ അയാൾ കണ്ടത് ആകാശത്തെ നക്ഷത്രങ്ങളെയായിരുന്നു. മഴമേഘങ്ങൾക്കിടയിലൂടെ തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നോക്കി അയാൾ പുഞ്ചിരിച്ചു. അയാൾ ചിന്തിച്ചു: ലോകം എത്ര മനോഹരമാണ്! ഈ ഇരുട്ടിനിടയിലും എത്രയോ നക്ഷത്രങ്ങൾ വെളിച്ചം നൽകുന്നു. നാളെ സമാധാനമുള്ള ഒരു പുലരി വരിക തന്നെ ചെയ്യും. അയാൾ പുതിയ പ്രതീക്ഷകളോടെ ഉറങ്ങാൻ കിടന്നു. ഒരേ ജനൽ, ഒരേ രാത്രി, ഒരേ സാഹചര്യം. പക്ഷെ 2 പേരും കണ്ടത് 2 കാര്യങ്ങളായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളല്ല നമ്മളെ സന്തോഷിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ചെയ്യുന്നത്, മറിച്ച് നമ്മൾ എന്തിലേക്ക് നോക്കുന്നു എന്നതാണ് പ്രധാനം. പ്രശ്നങ്ങളിലേക്ക് നോക്കിയാൽ നമ്മൾ തളർന്നുപോകും. എന്നാൽ പ്രതീക്ഷകളിലേക്ക് നോക്കിയാൽ നമുക്ക് മുന്നോട്ടു പോകാനുള്ള കരുത്ത് ലഭിക്കും. ഒരു വലിയ കാടിന്റെ നടുവിൽ ശാഖകൾ വിരിച്ചു നിൽക്കുന്ന ഒരു വലിയ മരമുണ്ടായിരുന്നു. ആ മരത്തിന്റെ ചുവട്ടിൽ ഒട്ടേറെ ചെറിയ ചെടികളും പക്ഷികളും തണൽ തേടിയെത്തുമായിരുന്നു. ഒരു ശില്പി മനോഹരമായ ഒരു ശില്പം കൊത്തിയെടുക്കുന്നതുപോലെ ആ മരം ഓരോ ദിവസവും കാറ്റും മഴയും സഹിച്ചു സ്വയം കരുത്താർജിച്ചു. ഒരിക്കൽ ആ വനത്തിൽ അതിശക്തമായ ഒരു കാട്ടുതീ പടർന്നുപിടിച്ചു. വനത്തിലെ എല്ലാ മൃഗങ്ങളും പക്ഷികളും പേടിച്ച് ഓട്ടി. മരത്തിന്റെ ചുവട്ടിലുണ്ടായിരുന്ന ചെറിയ സസ്യങ്ങൾ ചൂടുകൊണ്ട് വാടാൻ തുടങ്ങി. മരത്തിനു വേണമെങ്കിൽ തന്റെ ഇലകൾ കൊഴിച്ച് സ്വയം രക്ഷിക്കാമായിരുന്നു. പക്ഷേ ആ മരം തന്റെ ശാഖകൾ താഴേക്ക് താഴ്ത്തി ആ ചെറിയ ചെടികൾക്ക് ഒരു കവചമായി നിന്നു. തീയുടെ ചൂട് മരത്തിന്റെ തൊലിയെ കരിച്ചുകളഞ്ഞു. ഓരോ ഇലയും കരിഞ്ഞു വീഴുമ്പോഴും ആ മരം വേദന സഹിച്ചു. പക്ഷേ അത് തന്റെ തണൽ മാറ്റിയില്ല. മഴ പെയ്ത് തീ അണഞ്ഞപ്പോൾ കാട് മുഴുവൻ കരിഞ്ഞുപോയിരുന്നു. എന്നാൽ ആ വലിയ മരത്തിന്റെ ചുവട്ടിലുണ്ടായിരുന്ന ചെറിയ ചെടികൾ സുരക്ഷിതമായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മരം വീണ്ടും തളിർത്തു. അതിന്റെ കരിഞ്ഞ തൊലികൾക്ക് താഴെ പുതിയ കരുത്തുള്ള വേരുകളുണ്ടായി. കല്ല് ശില്പമാകാൻ ഉളിപ്പെട്ട് സഹിക്കുന്നതുപോലെ ആ മരം തന്റെ വേദനകൾ കൊണ്ട് ആ വനത്തിന്റെ കാവലാളായി മാറി. അന്ന് വനത്തിലൂടെ നടന്ന ഒരാൾ ആ മരത്തെ നോക്കി പറഞ്ഞു: ഈ മരം ഒരു അമ്മയെപ്പോലെയാണ്. മറ്റുള്ളവർക്കുവേണ്ടി സ്വന്തം ശരീരം കരിയാൻ വിട്ടുകൊടുക്കുമ്പോഴും ഉള്ളിലെ ജീവൻ കെടാതെ സൂക്ഷിക്കുന്ന കരുത്ത്.
ഒരു സ്ത്രീയുടെ, വിശേഷിച്ചും ഒരു അമ്മയുടെ കരുത്ത് അവൾ സഹിക്കുന്ന വേദനകളിലാണ് അടങ്ങിയിരിക്കുന്നത്. ശില്പിക്കല്ലിനെ രൂപപ്പെടുത്തുന്നതുപോലെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ അവളെ തകർക്കുകയല്ല, മറിച്ച് മറ്റുള്ളവർക്ക് തണലേകാൻ കഴിയുന്ന ഒരു മഹാശക്തിയായി മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ ഒരു കുടുംബം ഏറെ നാളത്തെ ആഗ്രഹത്തിനുശേഷം സ്വന്തമായി ഒരു വീട് പണിതു. വീടിന്റെ ഓരോ ഭാഗവും മനോഹരമാക്കാൻ എല്ലാവരും ഒന്നിനൊന്ന് മത്സരിക്കുകയായിരുന്നു. അച്ഛൻ വീടിന്റെ ചുവരുകൾക്ക് ഏറ്റവും നല്ല നിറങ്ങൾ നൽകി. മകൻ മുറികളിൽ വിലകൂടിയ അലങ്കാരങ്ങൾ വെച്ചു. മകൾ ഉമ്മറത്ത് മനോഹരമായ ഒരു പൂന്തോട്ടമൊരുക്കി. വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ വന്നവരൊക്കെ ആ വീടിന്റെ ഭംഗിയെ വല്ലാതെ പുകഴ്ത്തി. എന്തൊരു ഉറപ്പുള്ള ഭിത്തികൾ, എന്തൊരു മനോഹരമായ നിറങ്ങൾ എന്നിങ്ങനെ എല്ലാവരും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇതെല്ലാം കേട്ടുനിന്നപ്പോൾ ആ വീടിന്റെ തറയിൽ വിരിച്ചിരുന്ന മാർബിൾ കല്ലുകൾ പതുക്കെ ഒന്ന് വിതുമ്പി. തറയുടെ സങ്കടം കണ്ട് കൂടെയുണ്ടായിരുന്ന ഒരു ചെറിയ കല്ല് ചോദിച്ചു, "നീ എന്തിനാണ് കരയുന്നത്? ഈ വീടിന്റെ മുഴുവൻ ഭാരവും താങ്ങുന്നത് നീയാണല്ലോ. നീ ഉള്ളതുകൊണ്ടല്ലേ അവർക്ക് ഈ വീടിനുള്ളിൽ സുരക്ഷിതമായി നടക്കാൻ കഴിയുന്നത്?" തറ പതുക്കെ പറഞ്ഞു, "അതുതന്നെയാണ് എന്റെ വേദന. ഈ വീടിന്റെ അടിത്തറയായി കിടക്കുന്നതും എല്ലാവരുടെയും ഭാരം താങ്ങുന്നതും എന്നും സ്വയം ഉരഞ്ഞ് വൃത്തിയായി നിൽക്കുന്നതും ഞാനാണ്. പക്ഷേ എല്ലാവരും പുകഴ്ത്തുന്നത് ചുവരുകളെയും അലങ്കാരങ്ങളെയും മാത്രമാണ്. എന്നെ ആരും കാണുന്നില്ല. എല്ലാവരും എന്റെ മുകളിലൂടെ ചവിട്ടി നടക്കുന്നു എന്ന് മാത്രം." അപ്പോഴാണ് അവിടെയുണ്ടായിരുന്ന ഒരു മുതിർന്നയാൾ ആ വീടിന്റെ അമ്മയെ നോക്കി ഇങ്ങനെ പറഞ്ഞത്, "ഈ വീടിന്റെ യഥാർത്ഥ ഭംഗി ചുവരുകളിലല്ല, മറിച്ച് ഈ അമ്മയിലാണ്. ഒരു വീടിന്റെ തറ പോലെയാണവർ. ആരും കാണാതെ, ആരും പുകഴ്ത്താതെ വീടിന്റെ എല്ലാ ഭാരവും പേറി എല്ലാവർക്കും സമാധാനമായി ജീവിക്കാൻ പാകത്തിൽ സ്വന്തം ജീവിതം തേച്ചു മിനുക്കിവെച്ചവൾ. തറയിടിഞ്ഞാൽ വീട് വീഴും, പക്ഷേ നമ്മളാരും തറയെപ്പറ്റി ഓർക്കാറില്ല. ഒരു കുടുംബത്തിന്റെ എല്ലാ ഭാരവും താങ്ങുന്നത് അവിടുത്തെ സ്ത്രീകളാണ്. പക്ഷെ പലപ്പോഴും അവരുടെ സാന്നിധ്യം നാം തിരിച്ചറിയുന്നത് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രമാണ്. അവർ സ്നേഹത്തോടെ ചെയ്യുന്ന ത്യാഗങ്ങളെ നന്ദിയോടെ ഒന്ന് ഓർക്കാൻ നാം മറന്നുപോകരുത്. സമ്പാദ്യം എന്നത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല, മാസങ്ങളും വർഷങ്ങളും കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതിന് സാമ്പത്തിക അച്ചടക്കം ആവശ്യമാണ്. ഒരാളുടെ വരുമാനത്തേക്കാൾ കൂടുതലാണ് അയാൾ ചെലവാക്കുന്നതെങ്കിൽ അയാൾക്കൊരിക്കലും ഭാവിയിലേക്കായി സമ്പാദ്യം കരുതിവയ്ക്കാൻ സാധിക്കുകയില്ല. ഒരുവൻ തന്റെ സമ്പാദ്യത്തിന്റെ 25% മാറ്റിവച്ചിട്ട് മാത്രം ചെലവഴിക്കുന്നവനാകണം. അത്തരത്തിൽ വരുമാനം ചെലവഴിക്കാൻ ചിട്ടയായ ജീവിതശൈലി പരിശീലിക്കണം. ഓരോ ദിവസത്തെയും അല്ലെങ്കിൽ ഓരോ മാസത്തെയും വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക മാറ്റിവെക്കാൻ കഴിയണം. അത്രയും തുക മാത്രമേ വരുമാനമായി ലഭിച്ചിട്ടുള്ളൂ എന്ന് കരുതണം. ഇത് നിങ്ങളെ ആപത്ഘട്ടത്തിൽ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥയിൽ നിന്ന് രക്ഷിക്കും. സമ്പാദ്യശീലം ഇല്ലാത്ത ഒരാളുടെ ജീവിതം ഒരിക്കലും കെട്ടുറപ്പുള്ളതാകില്ല. കുട്ടിക്കാലത്ത് തന്നെ മാതാപിതാക്കൾ കുട്ടികളെ ധനത്തിന്റെ മൂല്യത്തെക്കുറിച്ചും അത് നേടുന്നതിനുള്ള അധ്വാനത്തെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും പഠിപ്പിക്കുന്നത് ഉത്തമമായിരിക്കും. അനാവശ്യമായ ആർഭാടങ്ങൾക്കും പ്രകടനങ്ങൾക്കുമായി ധനം വിനിയോഗിക്കുന്നത് ബുദ്ധിശൂന്യതയാണെന്ന് ചെറുപ്പത്തിൽ തന്നെ തിരിച്ചറിയുന്നവൻ സമ്പാദ്യശീലമുള്ളവനായിത്തീരും. ഓർക്കുക, പണത്തിനു മീതെ പരുന്തും പറക്കില്ല. നിന്റെ കയ്യിൽ ധനമില്ലെങ്കിൽ നിന്റെ ആവശ്യങ്ങൾക്ക് നീ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടുന്നവനാകുമ്പോൾ നീ വിലയില്ലാത്തവനാകുന്നു. അതിനാൽ നിന്റെ അധ്വാനത്തിന്റെ ഫലമായി നിന്റെ കൈകളിലെത്തുന്ന ധനത്തിന്റെ ഒരു പങ്ക് നീ നിന്റെ നല്ല നാളേക്കായി കരുതിവെക്കുക. ഒരിക്കൽ പാവപ്പെട്ട ഒരു ബാലൻ തന്റെ പഠനത്തിനുള്ള പണം കണ്ടെത്താനായി വീടുകൾ തോറും നടന്ന് സാധനങ്ങൾ വിൽക്കുകയായിരുന്നു. ഒരു ദിവസം അവന് വല്ലാതെ വിശന്നു. കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് അടുത്ത കണ്ട വീട്ടിൽ ചെന്ന് ഭക്ഷണം ചോദിക്കാമെന്ന് അവൻ കരുതി. അവൻ ആ വീടിന്റെ വാതിലിൽ തട്ടി. ഒരു പെൺകുട്ടിയാണ് വാതിൽ തുറന്നത്. ഭക്ഷണം ചോദിക്കാൻ അവന് മടി തോന്നി. അവൻ ഒരു ഗ്ലാസ് വെള്ളം മാത്രം ചോദിച്ചു. അവന്റെ മുഖം കണ്ടപ്പോൾ അവന് വിശക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ആ പെൺകുട്ടി ഒരു വലിയ ഗ്ലാസ് നിറയെ പാലും കൊണ്ടുവന്നു. അവൻ ആ പാൽ സാവധാനം കുടിച്ചു തീർത്തു. എന്നിട്ട് ചോദിച്ചു, "ഇതിന് ഞാൻ എത്ര പണം നൽകണം?" അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഒന്നും നൽകേണ്ട. നന്മ ചെയ്യുന്നതിന് പ്രതിഫലം വാങ്ങരുതെന്ന് അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്." അവൻ നന്ദി പറഞ്ഞ് അവിടെ നിന്ന് നടന്നു നീങ്ങി. വർഷങ്ങൾ കടന്നുപോയി. ആ പെൺകുട്ടിക്ക് ഗുരുതരമായ ഒരസുഖം ബാധിച്ചു. നാട്ടിലെ ഡോക്ടർമാർക്ക് അവളെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ നഗരത്തിലെ വലിയ ആശുപത്രിയിലേക്ക് അവളെ മാറ്റി. അവിടെയുള്ള പ്രശസ്തനായ ഡോക്ടർ അവളെ പരിശോധിക്കാനായെത്തി. രോഗിയുടെ പേരും സ്ഥലവും കണ്ടപ്പോൾ ഡോക്ടറുടെ കണ്ണുകളിൽ ഒരു തിളക്കം മിന്നി. അദ്ദേഹം ആവുന്നത്ര പരിശ്രമിച്ച് അവളെ മരണത്തിന്റെ വക്കിൽ നിന്ന് രക്ഷിച്ചെടുത്തു. രോഗം ഭേദമായപ്പോൾ ചികിത്സയുടെ വലിയ തുക അടയ്ക്കേണ്ടിവരുമല്ലോ എന്നോർത്ത് അവൾ പേടിച്ചു. ബില്ല് അവളുടെ കയ്യിൽ കിട്ടി. പേടിയോടെ തുറന്നു നോക്കിയപ്പോൾ താഴെ ഇങ്ങനെയൊരു കുറിപ്പെഴുതിയിരുന്നു: ചികിത്സാത്തുക പൂർണ്ണമായും അടച്ചിരിക്കുന്നു. ഒരു ഗ്ലാസ് പാൽ കൊണ്ട്. ആ ഡോക്ടർ പഴയ ആ പാവപ്പെട്ട ബാലനായിരുന്നു.
നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ നന്മയും ഒരിക്കലും പാഴാകില്ല. അത് ഏറ്റവും ആവശ്യമുള്ള നേരത്ത് തീർച്ചയായും നമ്മിലേക്ക് തന്നെ തിരികെയെത്തും. മൗനം എന്ന ശക്തി. ഉത്തരം അർഹിക്കാത്ത ചോദ്യങ്ങൾക്കു മുന്നിൽ മൗനം അവലംബിക്കുന്നതാണ് ബുദ്ധിയും വിവേകവും ഉള്ള ഒരാളുടെ ശക്തി. 1000 വാക്കുകളേക്കാൾ ശക്തി മൗനത്തിനുണ്ടെന്ന് ഒരാൾ തിരിച്ചറിയുന്ന നിമിഷം മുതൽ അയാൾ കരുത്തനാകുന്നു. വിവേകബുദ്ധിയില്ലാത്തവരുടെ അനാവശ്യമായ അഭിപ്രായ പ്രകടനങ്ങൾക്കു മുന്നിലും പ്രകോപനപരമായ ചോദ്യങ്ങൾക്കു മുന്നിലും മൗനം പാലിക്കാൻ കഴിയുന്നവനേക്കാൾ ശക്തനായ മറ്റൊരാളില്ല. നിങ്ങളുടെ മൗനം ഏതൊരു ശക്തനായ എതിരാളിയെയും ഭീരുവാക്കും. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകൾ എന്താണെന്നും നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നെന്നും അറിയാൻ കഴിയാതെ അവരുടെ മനസ്സ് അസ്വസ്ഥമാകും. അവർക്ക് അവരിലുള്ള ആത്മവിശ്വാസവും ധൈര്യവും ചോർന്നുപോകും. നിങ്ങളുടെ മൗനത്തിനു മുന്നിൽ അവർ പതറിപ്പോകും. അതാണ് നിങ്ങളുടെ വിജയം. നിങ്ങളുടെ മൗനത്തെ നിങ്ങൾ ആയുധമാക്കൂ. ചോര ചിന്താതെ തന്നെ ശത്രുക്കളെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്താം. അനായാസമായി ജീവിതത്തിൽ വിജയം നേടൂ. ഒരിക്കൽ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു കൊച്ചു ബാലനുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും മറ്റുള്ളവരോട് മോശമായി സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അവന്റെ അച്ഛൻ ഒരു ഉപായം കണ്ടുപിടിച്ചു. അദ്ദേഹം മകനൊരു ബാഗ് നിറയെ ആണികൾ നൽകിയിട്ട് പറഞ്ഞു, മോനെ, നിനക്ക് എപ്പോഴൊക്കെ ദേഷ്യം വരുന്നുവോ അപ്പോഴൊക്കെ നമ്മുടെ വീടിന്റെ പിന്നിലെ മരവേലിയിൽ ഓരോ ആണി അടിച്ചു കയറ്റണം. ആദ്യത്തെ ദിവസം തന്നെ അവൻ 30-ലധികം ആണികൾ അവിടെ അടിച്ചുകയറ്റി. ഓരോ തവണ ദേഷ്യം വരുമ്പോഴും അവൻ ഓടിച്ചെന്ന് ആണിയടിക്കുമായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും ആണിയടിക്കുന്നത് വലിയ അധ്വാനമാണെന്ന് അവൻ മനസ്സിലാക്കി. പതുക്കെ പതുക്കെ അവൻ തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ പഠിച്ചു. വേലിയിൽ ആണിയടിക്കുന്നതിനേക്കാൾ എളുപ്പം ദേഷ്യം അടക്കുന്നതാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഒടുവിൽ അവൻ അച്ഛന്റെ അടുത്തെത്തി സന്തോഷത്തോടെ പറഞ്ഞു, അച്ഛാ, ഇപ്പോൾ എനിക്ക് ദേഷ്യം വരുന്നില്ല, ഞാനത് നിയന്ത്രിക്കാൻ പഠിച്ചു. അച്ഛൻ അവനെ അഭിനന്ദിച്ചു. എന്നിട്ട് പറഞ്ഞു, മിടുക്കൻ, ഇനി ഒരു കാര്യം കൂടി ചെയ്യുക. നിനക്ക് ദേഷ്യം വരാത്ത ഓരോ ദിവസവും ഓരോ ആണി വീതം ആ വേലിയിൽ നിന്ന് പിഴുതുമാറ്റുക. കുറേ ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിൽ അവൻ എല്ലാ ആണികളും പിഴുതുമാറ്റി. അച്ഛൻ അവനെ ആ വേലിയുടെ അടുത്തു കൊണ്ടുപോയി. അദ്ദേഹം പറഞ്ഞു, മോനെ, നീ വലിയൊരു മാറ്റം വരുത്തി. പക്ഷേ ആ വേലിയിലേക്കൊന്നു നോക്കൂ. അതിലെത്രയോ സുഷിരങ്ങൾ വീണിരിക്കുന്നു. അത് പഴയതുപോലെ മനോഹരമാകില്ല. നീ ദേഷ്യപ്പെടുമ്പോൾ പറയുന്ന വാക്കുകളും ഇതുപോലെയാണ്. അവ മറ്റുള്ളവരുടെ മനസ്സിൽ മുറിവുകളുണ്ടാക്കും. പിന്നീട് നീ എത്ര തവണ ക്ഷമ ചോദിച്ചാലും ആ സുഷിരങ്ങൾ പോലെ ആ മുറിപ്പാടുകൾ അവരുടെ ഉള്ളിൽ എന്നും ബാക്കിയുണ്ടാകും. ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. അവ മറ്റുള്ളവരുടെ മനസ്സിൽ മായാത്ത മുറിവുകൾ ഉണ്ടാക്കിയേക്കാം. അതിനാൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുകയും അപമാനിക്കുകയും ചെയ്യുന്നവൻ നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തല്ല. മറിച്ച് നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നിങ്ങളോട് മാത്രമായി നേരിട്ട് പറയുകയും അത് തിരുത്താൻ ഉപദേശിക്കുകയും ചെയ്യുന്നവനാണ് ഒരു യഥാർത്ഥ സുഹൃത്ത്. നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ കരുതേച്ചു കാണിക്കുന്നവർ സുഹൃത്തല്ല, ഒരു ശത്രു മാത്രമാണ്. അവനെ എത്രയും പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുക. ഒരു യഥാർത്ഥ സുഹൃത്ത് ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളെ അനുകൂലിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യില്ല. സുഹൃത്ബന്ധം നഷ്ടപ്പെടുമെന്ന് കരുതി ഒരു സുഹൃത്തിന്റെ തെറ്റുകുറ്റങ്ങൾ തുറന്നു പറയാത്തവൻ യഥാർത്ഥ സുഹൃത്തല്ല. മുഖത്തു നോക്കി, നീ എന്തു വിചാരിച്ചാലും എനിക്കത് പ്രശ്നമല്ല, പക്ഷെ നീ ചെയ്ത തെറ്റുകൾ തെറ്റുതന്നെയാണ് എന്നു പറയുന്നവനാണ് ആത്മാർത്ഥ സുഹൃത്ത്. നിന്റെ തെറ്റുകളെ നിന്നോടൊപ്പം നിന്ന് ന്യായീകരിക്കുകയും വീണ്ടും അത് ചെയ്യാൻ നിന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവൻ നിന്റെ ശത്രുവാണ്. സുഹൃത്തിന്റെ മുഖം മൂടിയണിഞ്ഞ നിങ്ങളുടെ ശത്രുവിനെ ഇനിയെങ്കിലും തിരിച്ചറിയൂ. ഒരിക്കൽ ഒരച്ഛനും മകനും കൂടി തങ്ങളുടെ നെൽവയലിലൂടെ നടക്കുകയായിരുന്നു. കൊയ്ത്തിന് സമയമായതുകൊണ്ട് വയൽ മുഴുവൻ സ്വർണ്ണനിറത്തിൽ വിളഞ്ഞു നിൽക്കുകയാണ്. മകൻ കൗതുകത്തോടെ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, നോക്കൂ, ചില നെൽച്ചെടികൾ തലയുയർത്തി നിൽക്കുന്നു, എന്നാൽ മറ്റു ചിലത് താഴേക്ക് കുനിഞ്ഞു നിൽക്കുന്നു. തലയുയർത്തി നിൽക്കുന്നവയാണ് മിടുക്കർ, അല്ലേ അച്ഛാ? അച്ഛൻ ചിരിച്ചുകൊണ്ട് മകനോട് ആ തലയുയർത്തി നിൽക്കുന്ന കതിരുകൾ തൊട്ടുനോക്കാൻ പറഞ്ഞു. മകൻ നോക്കിയപ്പോൾ അവയിൽ നെന്മണികളൊന്നുമില്ലായിരുന്നു. അവ വെറും പൊള്ളയായ കതിരുകളായിരുന്നു. പിന്നീട് അച്ഛൻ പറഞ്ഞു, ഇനി ആ കുനിഞ്ഞു നിൽക്കുന്ന കതിരുകൾ നോക്കൂ. മകൻ നോക്കിയപ്പോൾ അവയിൽ നിറയെ വിളഞ്ഞ നെന്മണികളുണ്ടായിരുന്നു. അവയുടെ ഭാരം കാരണമാണ് ആ ചെടികൾ താഴേക്ക് കുനിഞ്ഞു നിൽക്കുന്നത്. അച്ഛൻ പറഞ്ഞു, മോനെ, ജീവിതവും ഇതുപോലെയാണ്. അറിവില്ലാത്തവർ അഹങ്കാരത്തോടെ തലയുയർത്തി നടക്കും, എന്നാൽ അറിവും നന്മയുമുള്ളവർ എപ്പോഴും വിനയത്തോടെ തലകുനിച്ചു നിൽക്കും. മകൻ വലിയൊരു സത്യം അന്ന് മനസ്സിലാക്കി. ജീവിതത്തിൽ നമ്മൾ എത്ര ഉയരത്തിലെത്തിയാലും വിനയമുള്ളവരാകാൻ ശ്രമിക്കണം. വിനയമാണ് ഒരാളുടെ യഥാർത്ഥ മൂല്യം.
മനോഹരമായൊരു ചായപ്പാത്രം ഒരു കടയിലിരുന്ന് തന്റെ കഥ പറയുകയായിരുന്നു. അത് പറഞ്ഞു, ഞാൻ എപ്പോഴും ഇങ്ങനെയൊരു ഭംഗിയുള്ള പാത്രമായിരുന്നില്ല. പണ്ട് ഞാൻ വെറുമൊരു കളിമണ്ണായിരുന്നു. ശില്പി എന്നെ എടുത്ത് മൺചക്രത്തിൽ വെച്ച് വേഗത്തിൽ കറക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തല കറങ്ങി. നിർത്തൂ, എനിക്ക് തല ചുറ്റുന്നു എന്ന് ഞാൻ നിലവിളിച്ചു. പക്ഷെ അദ്ദേഹം ശാന്തമായി പറഞ്ഞു, ഇനിയും സമയമായിട്ടില്ല. പിന്നീട് അദ്ദേഹം എന്നെ ചൂടുള്ളൊരടുപ്പിൽ വെച്ചു. എനിക്ക് ആ ചൂട് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കരഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഇനിയും സമയമായിട്ടില്ല. അവിടെ നിന്ന് പുറത്തെടുത്ത് അദ്ദേഹം എന്റെ മേൽ ചായങ്ങൾ തേച്ചു. ആ മണം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വീണ്ടും എന്നെ ഒരു വലിയ തീച്ചൂളയിലേക്ക് അദ്ദേഹം തള്ളിവിട്ടു. ഞാൻ കരുതി ഞാൻ വെണ്ണീറായി പോകുമെന്ന്. ഒടുവിൽ അദ്ദേഹം എന്നെ പുറത്തെടുത്ത് ഒരു കണ്ണാടിക്ക് മുന്നിൽ വെച്ചു. അപ്പോൾ കണ്ട കാഴ്ച എനിക്ക് വിശ്വസിക്കാനായില്ല. ഞാൻ പഴയ കളിമണ്ണല്ല, കാണാൻ ഏവർക്കും ഇഷ്ടം തോന്നുന്ന മനോഹരമായ ഒരു ചായപ്പാത്രമായി മാറിയിരിക്കുന്നു. ജീവിതം നമ്മളെ പല പരീക്ഷണങ്ങളിലൂടെയും കടത്തിവിടുന്നത് നമ്മളെ നശിപ്പിക്കാനല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ഏറ്റവും മികച്ച രൂപത്തെ പുറത്തെടുക്കാനാണ്. ഓരോ കഷ്ടപ്പാടും നമ്മളെ കൂടുതൽ കരുത്തരാക്കുന്നു. ഒരിക്കൽ ഒരു കർഷകൻ ഒരേ ദിവസം തന്റെ തോട്ടത്തിൽ 2 വിത്തുകൾ പാകി. ഒന്ന് ഒരു ചൈനീസ് പുല്ലിന്റെ വിത്തും മറ്റൊന്ന് മുളയുടെ വിത്തുമായിരുന്നു. ആദ്യത്തെ വർഷം ചൈനീസ് പുല്ല് മുളച്ചു പൊങ്ങി പച്ചപ്പായി പടർന്നു. എന്നാൽ മുളയുടെ വിത്തിട്ട ഭാഗത്തൊന്നും സംഭവിച്ചില്ല. 2ാം വർഷവും പുല്ല് കാടുപോലെ വളർന്നു. മുള മാത്രം ഒരടി പോലും മണ്ണിൽ നിന്നുയർന്നില്ല. 3ാമത്തെയും 4ാമത്തെയും വർഷവും ഇതുതന്നെ തുടർന്നു. അയൽവാസികൾ കർഷകനെ കളിയാക്കാൻ തുടങ്ങി. നിന്റെ ആ മുള ചത്തുപോയി കാണും എന്നവർ പറഞ്ഞു. എങ്കിലും കർഷകൻ അതിന് വെള്ളവും വളവും നൽകിക്കൊണ്ടിരുന്നു. 5ാം വർഷം അത്ഭുതം സംഭവിച്ചു. വെറും 6 ആഴ്ച കൊണ്ട് ആ മുള 80 അടി ഉയരത്തിലേക്ക് വളർന്നു. ആ മുള വെറും 6 ആഴ്ച കൊണ്ടാണോ ഇത്രയും വളർന്നത്? അല്ല, കഴിഞ്ഞ 5 വർഷമായി ആ മുള മണ്ണിനടിയിൽ തന്റെ വേരുകൾ ആഴ്ത്തിയുറപ്പിക്കുകയായിരുന്നു. ആ ആഴത്തിലുള്ള വേരുകളില്ലായിരുന്നെങ്കിൽ ഇത്ര വലിയ ഭാരം താങ്ങാൻ അതിന് കഴിയില്ലായിരുന്നു. ജീവിതത്തിൽ പെട്ടെന്ന് ഫലം കാണാത്തപ്പോൾ നിരാശരാകരുത്. നിങ്ങളൊന്നും നേടുന്നില്ല എന്ന് കരുതുമ്പോഴും നിങ്ങളുടെ അടിത്തറ ഉറയ്ക്കുകയായിരിക്കും. ആ ക്ഷമയാണ് നിങ്ങളെ വലിയ വിജയങ്ങൾക്ക് പ്രാപ്തനാക്കുന്നത്. ഒരു മധ്യവർഗ കുടുംബത്തിലെ കഥയാണിത്. ആ വീട്ടിലെ അമ്മയ്ക്ക് ആകെ 2 നല്ല സാരികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മകൾക്കും മകനും അച്ഛനും വിശേഷ ദിവസങ്ങളിൽ പുതിയ വസ്ത്രങ്ങൾ വാങ്ങുമ്പോഴെല്ലാം അമ്മ പറയും, എനിക്കിപ്പോൾ ഇതിന്റെ ആവശ്യമില്ല, പഴയതു തന്നെ നല്ല പുത്തൻ പോലെയുണ്ട്. വർഷങ്ങൾ കടന്നുപോയി. മകൾക്ക് നല്ലൊരു ആലോചന വന്നു. കല്യാണത്തിന് തൊട്ടുമുമ്പുള്ള ദിവസം മകൾ അമ്മയുടെ അലമാര തുറന്നപ്പോൾ കണ്ടത് വർഷങ്ങളായി അമ്മ മാറ്റിവെച്ച വിണ്ടുകീറിയതും നിറം മങ്ങിയതുമായ പഴയ തുണികളാണ്. അതിനിടയിൽ വളരെ ഭദ്രമായി പൊതിഞ്ഞുവെച്ച ഒരു പുതിയ സാരി അവൾ കണ്ടു. മകൾ അത്ഭുതത്തോടെ ചോദിച്ചു, അമ്മേ, ഇത്രയും നല്ലൊരു സാരി ഇവിടെ ഉണ്ടായിട്ടാണോ അമ്മ എപ്പോഴും ആ പഴയതു തന്നെ ഉടുക്കുന്നത്? എന്താ ഇത് നേരത്തെ ഉടുക്കാഞ്ഞത്? അമ്മ ശാന്തമായി പറഞ്ഞു, അത് നിന്റെ കല്യാണത്തിന് ഉടുക്കാൻ വേണ്ടി 10 വർഷം മുമ്പ് ഞാൻ വാങ്ങിവെച്ചതാണ് മോളെ. അന്നു മുതൽ ഇന്നുവരെ എനിക്ക് മറ്റൊന്ന് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഓരോ തവണയും എനിക്കായി പണമെടുക്കാൻ തോന്നുമ്പോൾ നിന്റെ പഠനമോ അനിയന്റെ ആവശ്യങ്ങളോ മുന്നിൽ വരും. അപ്പോൾ എന്റെ ആഗ്രഹം ഞാൻ മാറ്റിവെക്കും. അമ്മയുടെ ആ വാക്കുകൾ മകളുടെ നെഞ്ചിൽ തറച്ചു. കുടുംബത്തിനുവേണ്ടി സ്വന്തം ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും വർഷങ്ങളോളം കുഴിച്ചുമൂടുന്ന ഒരു സ്ത്രീയുടെ നിശബ്ദമായ വേദന അവൾ അന്ന് തിരിച്ചറിഞ്ഞു. പുറമേക്ക് പരാതികളില്ലാതെ ചിരിക്കുന്ന പല സ്ത്രീകളുടെയും ഉള്ളിൽ ഇതുപോലെ മാറ്റിവെക്കപ്പെട്ട 1000 സ്വപ്നങ്ങളുണ്ടാകും. സ്ത്രീകളുടെ സ്നേഹം പലപ്പോഴും സ്വയം ഇല്ലാതാകലാണ്. അത് അവരുടെ കടമയാണെന്ന് കരുതി നമ്മൾ അവഗണിക്കരുത്. അവർ ഒന്നും ചോദിക്കാത്തത് അവർക്ക് ഒന്നും വേണ്ടാത്തതുകൊണ്ടല്ല, മറിച്ച് മറ്റുള്ളവരുടെ സന്തോഷത്തിനു മുന്നിൽ സ്വന്തം വേദനകൾ അവർക്ക് ചെറുതായി തോന്നുന്നതുകൊണ്ടാണ്. ഒരിക്കൽ നിങ്ങളെ ചതിച്ചവരെ പിന്നീടൊരിക്കലും വിശ്വസിക്കരുത്. കാരണം അവരുടെ ചതി നിങ്ങൾ ഒരിക്കൽ ക്ഷമിക്കുമ്പോൾ നിങ്ങളുടെ നന്മകൊണ്ട് അയാളോട് ക്ഷമിക്കുകയാണെന്നോ അയാൾക്ക് നന്നാകാൻ ഒരവസരം നൽകുകയാണെന്നോ അല്ല അയാൾ കരുതുന്നത്. മറിച്ച് നിങ്ങൾ ഒരു വിഡ്ഢിയാണെന്നും അതുകൊണ്ടാണ് നിങ്ങൾ അയാളെ വീണ്ടും വിശ്വസിക്കുന്നതെന്നും മാത്രമാണ് അയാൾ കരുതുന്നത്. അതുകൊണ്ടുതന്നെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അവർ നിങ്ങളെ വീണ്ടും വീണ്ടും ചതിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിൽ നന്മയുള്ള ഒരാൾ ഒരിക്കലും മറ്റൊരാളെ ചതിക്കുകയില്ല. ഒരാളെ ചതിച്ചവർ വീണ്ടും എത്ര തവണ വേണമെങ്കിലും എത്ര പേരെ വേണമെങ്കിലും യാതൊരു കൂസലുമില്ലാതെ ചതിച്ചുകൊണ്ടിരിക്കും. ഓർക്കുക, നിങ്ങൾ അവസരം കൊടുത്താൽ മാത്രമേ മറ്റൊരാൾക്ക് നിങ്ങളെ ചതിക്കാൻ അവസരം കിട്ടുകയുള്ളൂ. ഒരിക്കൽ നിങ്ങളെ ചതിച്ച ഒരാളോട് നിങ്ങൾ ക്ഷമിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ആ ചതി നിങ്ങൾ ഒരിക്കലും മറക്കരുത്. വീണ്ടും അയാളെ വിശ്വസിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിന്റെ സുരക്ഷ നിങ്ങളുടെ കയ്യിലാണ്. ആ സുരക്ഷയുടെ താക്കോൽ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കരുത്. ആ താക്കോൽ നിങ്ങളുടെ കൈകളിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ നന്മയുള്ളവരായിരിക്കുക. എന്നാൽ ആ നന്മ എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കരുത്. തിന്മ ചെയ്യുന്നവരെ തിരിച്ചറിയുന്നതിനുള്ള വിവേകമുള്ളവരാകുക. ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും.
ഒരു പെൺകുട്ടി തന്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ, എന്തിനാണമ്മ എപ്പോഴും എല്ലാവരും കഴിച്ചുകഴിഞ്ഞ് അവസാനം മാത്രം ഭക്ഷണം കഴിക്കുന്നത്? ചിലപ്പോൾ ചോറു തികയാതെ വരുമ്പോൾ അമ്മ പട്ടിണി കിടക്കാറുമില്ലേ? അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊരു ശീലമാണ് മോളെ. പക്ഷേ മകൾക്ക് ആ മറുപടിയിൽ തൃപ്തി തോന്നിയില്ല. അവൾ അമ്മയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിരാവിലെ എല്ലാവർക്കും മുൻപേ എഴുന്നേൽക്കുന്ന അമ്മ വീട് വൃത്തിയാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ പാകം ചെയ്ത് എല്ലാവരെയും ഊട്ടിയുറക്കിക്കഴിഞ്ഞാണ് വിശ്രമിക്കുന്നത്. വൈകുന്നേരം അച്ഛൻ ജോലി കഴിഞ്ഞു വരുമ്പോൾ അമ്മയുടെ മുഖത്ത് കരിപുരണ്ടിട്ടുണ്ടാകും. പക്ഷേ അച്ഛൻ അത് ശ്രദ്ധിക്കാറില്ല. തന്റെ പഠനത്തിനിടയിൽ മകൾ അമ്മയുടെ വിണ്ടുകീറിയ കൈകൾ കണ്ടു. ഒരിക്കൽ വീട്ടിൽ ഒരു ചെറിയ വിരുന്ന് നടന്നു. എല്ലാവരും ആഹാരം കഴിഞ്ഞ് അമ്മയുടെ പാചകത്തെ പുകഴ്ത്തി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ മകൾ എല്ലാവരോടുമായി പറഞ്ഞു, അമ്മയുണ്ടാക്കിയ ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ സന്തോഷം. പക്ഷേ ഈ ചോറിന് ഇത്ര രുചി എങ്ങനെയുണ്ടായെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിൽ അമ്മയുടെ വിയർപ്പിന്റെയും സഹനത്തിന്റെയും മണമുണ്ട്. എല്ലാവരും കഴിച്ചുകഴിഞ്ഞ് ബാക്കിയുള്ളത് കഴിക്കുന്ന അമ്മയുടെ വയറിനേക്കാൾ വലിയ വിശപ്പ് ഇവിടെ ആർക്കുമില്ല. സദസ്സിലൊരു നിശബ്ദത പടർന്നു. തന്റെ അമ്മയുടെ സ്നേഹം വെറുമൊരു കടമയായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത്. സ്വന്തം വേദനകൾ പുറത്തു പറയാതെ മറ്റുള്ളവരുടെ സന്തോഷത്തിനായി ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ ഉള്ളിലെ വലിയ മനസ്സ് അന്നെല്ലാവരും തിരിച്ചറിഞ്ഞു. ഒരു സ്ത്രീയുടെ സഹനത്തെ പലപ്പോഴും നമ്മൾ നിസ്സാരമായി കാണാറുണ്ട്. അവൾക്കായി ഒന്നും മാറ്റിവെക്കാതെ അവൾ നൽകുന്നതെല്ലാം ആസ്വദിക്കുന്നവർ അവൾ അനുഭവിക്കുന്ന നിശബ്ദമായ വേദനകൾ കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. സ്നേഹം നൽകുന്നതിനൊപ്പം അവൾ അർഹിക്കുന്ന പരിഗണനയും വിശ്രമവും നൽകുക എന്നതാണ് ഏറ്റവും വലിയ ബഹുമാനം. ഒരിക്കൽ ഒരു പെൻസിൽ നിർമ്മാതാവ് ഒരു പുതിയ പെൻസിലുണ്ടാക്കി. അതിനെ പെട്ടിയിൽ വെക്കുന്നതിനു മുൻപ് അദ്ദേഹം അതിനോട് 5 കാര്യങ്ങൾ ഉപദേശിച്ചു. അദ്ദേഹം പറഞ്ഞു, മോനെ പെൻസിലേ, നീ ഈ ലോകത്തേക്ക് പോകുമ്പോൾ എപ്പോഴും ഓർമ്മിക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. ഇത് മറക്കാതിരുന്നാൽ നീ ലോകത്തിലെ ഏറ്റവും മികച്ച പെൻസിലായി മാറും. ഒന്നാമത്തെ കാര്യം, നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ നീ നിന്നെ മറ്റൊരാളുടെ കൈയിന് വിട്ടുകൊടുക്കാൻ തയ്യാറാകണം. ആ കൈ നിന്നെ ശരിയായ ദിശയിൽ നയിക്കും. രണ്ടാമത്തെ കാര്യം, നീ ഇടയ്ക്കിടെ വേദനാജനകമായ കൂർത്തുവരലിന് വിധേയമാകേണ്ടിവരും. പക്ഷെ ഓർക്കുക, കൂടുതൽ നന്നായി എഴുതാൻ നിനക്ക് ആ വേദന അത്യാവശ്യമാണ്. മൂന്നാമത്തെ കാര്യം, നീ ചെയ്യുന്ന തെറ്റുകൾ തിരുത്താൻ നിന്റെ പിന്നിൽ തന്നെ ഒരു റബ്ബറുണ്ടെന്ന് എപ്പോഴും ഓർക്കുക. തെറ്റുകൾ തിരുത്തുന്നത് മോശമായ കാര്യമല്ല. നാലാമത്തെ കാര്യം, നിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നിന്റെ പുറമേയുള്ള മരമോ ഭംഗിയോ അല്ല, മറിച്ച് നിന്റെ ഉള്ളിലുള്ള കറുത്ത കാതലാണ്. അഞ്ചാമത്തെ കാര്യം, നീ ഏതു വഴിയിലൂടെ സഞ്ചരിച്ചാലും അവിടെ നിന്റെ അടയാളം പതിപ്പിക്കണം. അത് എത്ര കഠിനമായ സാഹചര്യമായാലും നിന്റെ എഴുത്ത് തുടരണം. ഈ ഉപദേശങ്ങൾ കേട്ട് ആ പെൻസിൽ തന്റെ ജീവിതം തുടങ്ങാൻ തയ്യാറായി. പെട്ടിയിലേക്ക് കയറി. നമ്മളും ആ പെൻസിലിനെ പോലെയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മളെ വേദനിപ്പിക്കുമെങ്കിലും അത് നമ്മളെ കൂടുതൽ മിടുക്കരാക്കാനാണ്. നമ്മുടെ ഉള്ളിലെ നന്മയാണ് ഏറ്റവും പ്രധാനം. വീഴ്ചകൾ തിരുത്തി മുന്നേറാൻ തയ്യാറായാൽ നമുക്കും ലോകത്ത് വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഒരിക്കൽ ഒരു പ്രശസ്തനായ പ്രാസംഗികൻ ഒരു സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു. തന്റെ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം ഒരു 500 രൂപയുടെ നോട്ട് കൈയിലെടുത്ത് ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് കാണികളോട് ചോദിച്ചു, ഈ നോട്ട് ആർക്കെങ്കിലും വേണോ? ഹാളിലുണ്ടായിരുന്ന എല്ലാവരും കൈകളുയർത്തി. എല്ലാവർക്കും അത് വേണം. അദ്ദേഹം ഉടനെ ആ നോട്ട് തന്റെ കൈവെള്ളയിലിട്ട് നന്നായി തിരുമിക്കശക്കി. എന്നിട്ട് വീണ്ടും ചോദിച്ചു, ഇപ്പോഴും ഇത് നിങ്ങൾക്ക് വേണോ? കശങ്ങിയിട്ടും എല്ലാവർക്കും ആ നോട്ട് വേണമായിരുന്നു. അടുത്തതായി അദ്ദേഹം ആ നോട്ട് നിലത്തിട്ട് തന്റെ ഷൂ കൊണ്ട് ചവിട്ടിമെതിച്ചു. നോട്ടിപ്പോൾ ആകെ അഴുക്കുപുരണ്ട് മുഷിഞ്ഞ അവസ്ഥയിലായി. അദ്ദേഹം അത് വീണ്ടും ഉയർത്തിക്കാട്ടി ചോദിച്ചു, ഇപ്പോഴും ഇത് ആർക്കെങ്കിലും വേണോ? എല്ലാവരും വീണ്ടും കൈകളുയർത്തി. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സുഹൃത്തുക്കളെ, നിങ്ങളിന്നൊരു വലിയ പാഠം പഠിച്ചു. ഈ നോട്ടിനോട് ഞാൻ എന്തു ചെയ്തിട്ടും അതിന്റെ മൂല്യം കുറഞ്ഞില്ല. അത് കശങ്ങിയപ്പോഴും അഴുക്കായപ്പോഴും അതിന്റെ വില 500 രൂപയായി തന്നെ തുടർന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോഴും അത് വേണ്ടിവന്നത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പരാജയങ്ങൾ കൊണ്ടോ മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ടോ നമ്മൾ തളർന്നുപോയേക്കാം. നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഓർക്കുക, പുറമേ എന്തു സംഭവിച്ചാലും നിങ്ങളുടെ ഉള്ളിലെ മൂല്യം ഒരിക്കലും കുറയുന്നില്ല. നിങ്ങളെ സൃഷ്ടിച്ച ദൈവം അല്ലെങ്കിൽ പ്രകൃതി നൽകിയ ആ കഴിവ് എപ്പോഴും നിങ്ങളിൽ തന്നെയുണ്ട്.